സുവിശേഷം പറയുമ്പോൾ അവിടെ പറയുന്ന കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ഒത്തിരി പ്രിയപ്പെട്ടവരെ സഭയോട് ചേർത്തു. അപ്പോൾ ഈ ഉയർത്തിക്കാണിക്കുന്ന അന്ത്യോക്യ സഭയുടെ ആ പ്രവർത്തനം തന്നെ നോക്കിയാൽ മതി. അന്ത്യോക്യ സിംഹാസനം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നവരുടെ പൊള്ളത്തിരക്ക് മനസ്സിലാവും. ബൈബിളിൽ വ്യക്തമായ ചരിത്രം കിടക്കുമല്ലോ. വെളി ചിത്രത്തിന് പോകണ്ട, ദൈവവചനത്തിന് വെളിയിൽ പോകണ്ട, ഉപദേശങ്ങൾക്ക് വെളിയിൽ പോകണ്ട. ബൈബിൾ സമ്പുഷ്ടമല്ലേ? അപ്പൊ എന്തെങ്കിലും അപ്പൊ അവസാനം എന്ത് സംഭവിച്ചു? വേറെ പലരുടെ പഠിപ്പിക്കലുകളും വാമൊഴി, പഴമൊഴി, പിന്നെ വായി വരുന്ന മൊഴി എല്ലാം പറയുന്നവരുടെ പുറകെ നടന്ന അവസാനം വന്നത് ഇപ്പൊ സഭാപിതാക്കന്മാർ പറയുന്ന യഹോവയാകുന്ന പവിത്രമായുള്ള നമ്മുടെ ഏക ദൈവത്തിന്റെ ട്രിനിറ്റി ഒക്കെ അറിയാമെന്ന് പറയുകയും ദൈവത്തെ അറിയാൻ മേലാത്ത അവസ്ഥയിൽ, നിന്ദിക്കുന്ന അവസ്ഥയിൽ, ഒരു മുസ്ലിം പറയുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവർ കടന്നു പോയിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവർ ഏഴ് ചോദ്യം ചോദിച്ചു ട്രിനിറ്റിയെ കുറിച്ച്. വിശദീകരിച്ച് അവർക്ക് 7 എണ്ണം പിന്നെയും മറുപടി കൊടുത്തു. അവരായിരുന്നു ശരിക്കും അവരുടെ ട്രിനിറ്റി പറയേണ്ടത്. അവരുടെ ട്രിനിറ്റി പറയേണ്ടത് അവരാ. അത് പറഞ്ഞില്ല. അവർക്ക് അത് പുറത്തെടുക്കാനുള്ള ഒരു മടി. ഈ ഇഷ്ടം ഹേതുവാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതേ ദൈവമാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ വന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സൃഷ്ടിച്ച ആളെ എല്ലാം അറിയാമെന്ന് പറയുകയും എന്നാൽ യഹോവ കയ്യിൽ നിന്ന് പോയി. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം അറിയാം, ഒന്നും അറിയത്തില്ലെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ അധപ്പതിച്ചിരിക്കാം. ഇതൊരു പെന്തക്കോസ്ത് സമൂഹത്തെ മാത്രം അവഹേളിക്കാനാണോ ഇവർ ഇത്രമാത്രം ഇങ്ങനെ പാടുപെടുന്നതെന്നൂടെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പ്രകാരം വ്യക്തമായ ഉപദേശം എടുക്കുന്ന അതിൽ നിൽക്കുന്ന പെന്തക്കോസ്തേ ഉള്ളെന്ന് അറിയാം. അപ്പൊ എങ്ങനെയും ബൈബിളിനെ ഒന്ന് ചെറുതാക്കിയാൽ പെന്തക്കോസ്തുകാരുടെ ശക്തി കുറയ്ക്കാമെന്ന് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കണം, എല്ലാ ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാന വേദ ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പൊ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സമൂഹത്തെയോ ചില ആൾക്കാരുള്ള വൈരാഗ്യത്തെയോ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ ഒന്ന് താറുമാറാക്കുവാൻ വേണ്ടി എല്ലാ ക്രിസ്ത്യാനികളുടെയും പുസ്തകമാകുന്ന ബൈബിളിനെ വരെ നിന്ദിക്കാൻ ഈ ശക്തികൾ തയ്യാറാവുക, ഈ പ്രിയപ്പെട്ട തയ്യാറാവുക. അതിന് ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഇങ്ങനെ ലൈവിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൻസൺ, അദ്ദേഹം അബുദാബിയിൽ ജോയിൻ ആയിട്ടുണ്ട്. ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള വിനീതമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ ഒന്ന് പബ്ലിക് ആക്കിക്കോട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ജസ്റ്റ് എ മിനിറ്റ്. ഞങ്ങൾ വിശേഷാല് ഇങ്ങനെ ഇന്ന് വരാനുള്ള സാഹചര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ബൈബിളിലെ ദൈവം എന്നുള്ള വിഷയത്തിൽ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ തന്നെ കണ്ടുവരുന്ന ഒത്തിരി തെറ്റിദ്ധാരണകളും ഈ നാളുകളിൽ പ്രചരിക്കുന്ന കുറെ അബദ്ധ ചിന്താഗതികളും അത് എവിടുന്നാണ് കടന്നു വന്നത് എന്നുള്ള നിലയിൽ നമുക്ക് ശാന്തമായി ചിന്തിക്കാം. എന്നാൽ ബൈബിളിൽ പറയുന്ന സർവശക്തിയുള്ള ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന് പറയുന്ന ദൈവത്തെ നാം പഴയ നിയമത്തിൽ കാണുകയും ദൈവിക കാര്യങ്ങളിൽ നമ്മൾ വിശ്വാസികൾ നമ്മുടെ സങ്കീർത്തന വായനകളിലൊക്കെ യഹോവയായ ദൈവത്തെക്കുറിച്ച് എല്ലാ ഞായറാഴ്ചകളിലും ആരാധനകളിലും അത് സെക്ഷൻ സങ്കീർത്തന ആ ദൈവത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ മുന്നോട്ടുള്ള ആരാധനയും ക്രമീകരണങ്ങളും ഒക്കെ നമ്മുടെ ക്രിസ്തീയ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന പിതാവ് പുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവം, ഇസ്രായേലിന്റെ ദൈവത്തെ യേശുക്രിസ്തു വന്ന് വീണ്ടും പിതാവ് എന്നുള്ള നിലയിൽ വെളിപ്പെടുത്തുകയും പിന്നീട് യേശുവിന് ശേഷം തന്റെ ശിഷ്യന്മാരിലൂടെ ട്രിനിറ്റി എന്ന് പറയുന്ന വലിയ ദൈവിക റെവലേഷൻ, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ് എന്നുള്ള 3 വ്യക്തികളായി ദൈവം പ്രവർത്തിക്കുന്ന കാര്യാദികളൊക്കെ നമുക്ക് സഭകളിൽ പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട് വരികയും നമ്മൾ അതിനെ വ്യക്തമായി പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെതിരെയുള്ള ചോദ്യങ്ങളെയൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷവും അവസാനം വരുമ്പോൾ യഹോവ ഇസ്രായേലിന്റെ മാത്രം ദൈവമാണെന്നോ അഥവാ യഹോവ അല്ല ദൈവം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മറ്റൊരു ദൈവമാണ് എന്നുള്ള നിലയിലേക്ക് ചില പ്രിയപ്പെട്ടവർ സംസാരിച്ച് കേൾപ്പാനിടെ അതിന്റെ ഒരു ഷോക്ക് നമുക്ക് ഇതുവരെ മാറാതെ നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അത് പൊതുവെ മറ്റ് ഇതര മതങ്ങളിൽ നിന്നുള്ള ചില പ്രിയപ്പെട്ടവരാണ് അതിനെക്കുറിച്ച് ഒരു കൺഫ്യൂസ്ഡ് ടോക്ക് നമ്മൾക്ക് ചെയ്തിട്ടുള്ളത്. അനുസരിച്ച് അങ്ങനല്ലേ, നമ്മള് ക്രിസ്തീയ വേൾഡിൽ
നമ്മുടെ അറിവിൽ എപ്പോഴെങ്കിലും ഈ യഹോവയായ ദൈവത്തെ മാറ്റി നിർത്തി ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടോ ആരാധനകളിലോ പഠിപ്പിക്കലിലോ? എൻ്റെ ഇന്നേ വരെയുള്ള അറിവിലും പഠിപ്പിലും നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിൽ അങ്ങനെ ഒരു പഠിപ്പിക്കലോ അങ്ങനെ ഒരു അഭിപ്രായമോ ഒരിക്കലും ഉണ്ടായതായിട്ട് ഇന്നേ വരെ എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അതും ഈ കഴിഞ്ഞ കാലയളവിലാണ് ചില സമൂഹങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് കൊണ്ടുവരികയും അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും യഥാർത്ഥത്തിൽ അവരിൽ തോറ്റുപോയി. ആ ചർച്ച മുന്നോട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഇത്രയും നാളത്തെ പഠനത്തിലും അറിവിലും ഒരു സഭാപിതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസി പോലുമോ അങ്ങനെ ഒരു സംശയം പോലും ഹൃദയത്തിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ വിശുദ്ധ വചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയണല്ലോ, നമ്മൾ ദൈവത്തെ കുറിച്ച് പഠിക്കണം. എന്ന് വെച്ചാൽ ആരെയാണ് നാം ആരാധിക്കുന്നത്, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് വേണം നാം ആരാധിക്കുവാനുള്ളത്. അതാണ് ക്രിസ്തീയ ആരാധനയും ഇതര ദൈവ ആരാധനയും തമ്മിലുള്ള വ്യത്യാസം. ക്രിസ്തീയ ആരാധനയിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നാം ആരെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ദൈവത്തെ കൂടുതൽ അറിയുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് ഞാനൊരു പ്രയത്നം ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു രീതി ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. ഈ വിശുദ്ധ 66 പുസ്തകങ്ങളുള്ള എഴുതപ്പെട്ട കർത്താവിന്റെ വചനമായ പൂർത്തിയാക്കപ്പെട്ട ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ നാം എല്ലാം ചെയ്യുന്നത് എന്താണ്? വേദപുസ്തകം തുറന്ന് ഉൽപ്പത്തി 1 മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ റെവലേഷൻ 22 കഴിയുമ്പോൾ നാം പറയും നാം പഠിച്ചു കഴിഞ്ഞു, വിശുദ്ധ വേദപുസ്തകം ഒരു ആവർത്തി വായിച്ചു കഴിഞ്ഞു. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവത്തെ കാണുവാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ വെളിപ്പാട് 22 നോക്കി പുറകോട്ട് നോക്കിയിട്ട് ഉൽപ്പത്തി 1 ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ ദൈവത്തെ കുറിച്ചാണല്ലോ ഈ വിശുദ്ധ വേദപുസ്തകം മുഴുവൻ സംസാരിക്കുന്നത്. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22 വരെ സംസാരിക്കുന്നതും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ആ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചാൽ, നമുക്ക് ദർശിക്കുവാൻ സാധിച്ചാൽ, നമുക്ക് ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ, ആ ദൈവം എവിടെ നിൽക്കുന്നു? അനന്ത നിത്യതയിൽ ആരംഭമില്ലാത്തവനായി സകലത്തിനും ആരംഭമായിട്ട് നിൽക്കുന്ന ആ ദൈവമാണല്ലോ യഹോവയായിട്ട് പഴയ നിയമത്തിൽ അബ്രഹാമിനും പിതാക്കന്മാർക്കൊക്കെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ആ ദൈവത്തെയാണല്ലോ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുന്നത്. അങ്ങനെയാണല്ലോ പരിശുദ്ധ ത്രിയേകത്വം എന്നുള്ളതായ ഒരു ചിന്ത തന്നെ നമ്മുടെ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ ഉരുവാകുവാനും ഇന്നും ഈ 2000 വർഷം കഴിഞ്ഞപ്പോൾ നാം ഒക്കെയും ഇരുന്ന് അത് ചർച്ച ചെയ്യുവാനും അത് കൂടുതൽ ഗ്രഹിക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തെ നാം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് അവസാനത്തെ വാക്യം വരെ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവം ഒരൊറ്റ ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മാറ്റമില്ല. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ദേവദാസൻ പറഞ്ഞതുപോലെ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമോ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവിടെ എബ്രായ ഭാഷയിലും ഒക്കെ എബ്രായ വാക്കുകളിലൊക്കെ കിടക്കുന്നത് എലോഹീം യാഹുവേ എന്നാണ് കിടക്കുന്നത്, യാഹുവേ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ എലോഹീം എന്നാ കാണുന്നത്, പ്ലൂറൽ ഫോമിലാണ് കിടക്കുന്നത്. എന്നാൽ 2ലേക്ക് വരുമ്പോൾ വ്യക്തമായി യഹോവയായ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ആകാശം ഭൂമി സൃഷ്ടിച്ച നാളിൽ സംഭവിച്ച കാര്യങ്ങളുടെ വിവരണം എന്ന് പറഞ്ഞാൽ 2-ാമത്തെ അധ്യായം തുടങ്ങും. അപ്പൊ അങ്ങനെ അതോറിറ്റേറ്റീവായി ക്രിയേറ്റ് ചെയ്യുന്ന എലോഹീം യാഹുവേ എന്ന് പറഞ്ഞ ദൈവമാണ് ബൈബിളിലെ ദൈവം. ആ ദൈവത്തിന്റെ കാര്യാദികൾ മുന്നോട്ട് കടന്നു വന്ന് അബ്രഹാം, അതുപോലെ മോശ, അങ്ങനെ മുന്നോട്ട് കടന്നു വന്ന് പിന്നെ നമ്മള് ഇസ്രായേൽ ജനവും അതിനുശേഷം യേശുക്രിസ്തു കടന്നു വരുന്നു. യേശുക്രിസ്തു പ്രസംഗിക്കുന്നു, ഇസ്രായേലെ നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നു യേശുക്രിസ്തു. അപ്പൊ അങ്ങനെ എല്ലാം വളരെ വ്യക്തമായി നിഴലിച്ച് നിൽക്കുന്ന ആ ദൈവത്തെ കുറിച്ചുള്ളൊരു വെളിപ്പാട് യേശുവിന്റെ മരണത്താലും യേശുവിലൂടെ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാലും സഭയ്ക്ക് ലഭിച്ച് നമ്മൾ വലിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവസാനം നമ്മളൊരു വീട്ടിൽ ഒരു അപ്പന്റെ ഒരു വീട്ടിൽ നമ്മൾ താമസമെല്ലാം ആരംഭിച്ചിട്ട് പതുക്കെ പറഞ്ഞ് നമ്മളൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞിട്ട് അപ്പനെ അങ്ങെടുത്ത് വെളി കളഞ്ഞിട്ട് നമ്മൾ സ്വന്തമാക്കാൻ നോക്കുന്ന പോലെ ഒരു അവസ്ഥയാണ് യഹോവയെ മാറ്റുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അത് ഈ മുസ്ലിം പ്രിയപ്പെട്ടവർ അത് അവര് വേറെ പുസ്തകങ്ങളാണ്, അവരുടെ പുസ്തകം വേറെയാണ്, അവരുടെ പഠനം വേറെയാണ്. അപ്പൊ അവരത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ക്രിസ്ത്യൻസ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്ന ഒരു ആവശ്യകത കണ്ടുവന്നിട്ടില്ല.
ഈ അടുത്ത സമയങ്ങളിലാണ് കാണുന്നത്. അപ്പം ഈ യഹോവയെ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ, അങ്ങനെ ഒരു വാക്യം സങ്കീർത്തനത്തിലുണ്ട്. അവരെ എന്റെ ശത്രുക്കളായിരുന്നത്. അങ്ങനെ വരാൻ തന്നെ ഒരു കാരണം ഞാനത് കേട്ട് എനിക്ക് വലിയ വിഷമം തോന്നി. അത് വരാനൊരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ലോകത്തില് ഇന്ന് നമ്മുടെ യുവതലമുറ അവരാണ് ഒരു അകക്കാമ്പെന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിന്റെയും. അത് ഏതൊരു സമൂഹമായിക്കൊള്ളട്ടെ, അവിടെ ആ യുവതലമുറയാണ് ആ സമൂഹത്തിന്റെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് അവർ പെട്ടെന്ന് ഇമോഷണൽ ആവും. എന്ന് വെച്ചാൽ അവർ ഇമോഷണലി ഡ്രിവൺ ആണ്. അത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ ജീവിത രീതിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഇമോഷനെ നമ്മൾക്ക് എങ്ങനെ, ഞാനൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, സെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവരെ വശീകരിക്കുവാനായിട്ട് അവരുടെ ഇമോഷൻ തലത്തെ, അവരുടെ വൈകാരിക തലത്തെ സെഡ്യൂസ് ചെയ്ത് അവരെ തങ്ങളുടെ വശത്താക്കുവാനായിട്ട് ചിലർ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അവർക്ക് ഒരു കൊലപാതകം ചെയ്തെന്നോ ഒരാളെ കൊന്നെന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, അതിനെ എതിർക്കാൻ ശ്രമിക്കും. അപ്പോൾ തങ്ങളുടെ എന്ന് വെച്ചാൽ വിശ്വാസ സംഹിത അല്ലെങ്കിൽ അവരുടെ ആ അഭിപ്രായം ഈ യുവതലമുറയുടെ ഉള്ളിലേക്ക് ചെലുത്തുവാനായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് യഹോവ കൊല്ലുന്നവൻ, യഹോവ വയറ് പുലർത്തുന്നവൻ എന്നൊരു വാക്ക് പറയുമ്പോൾ ഈ യുവതലമുറ കേൾക്കുമ്പോൾ ആരാണ് ചെയ്തത് ആ വ്യക്തിയെ വെറുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെറുക്കുമ്പോൾ ഈ യുവതലമുറയുടെ ഉള്ളിൽ ഇവർ എന്ത് വിഭാവനം ചെയ്യുന്നു അത് കുത്തിത്തിരുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അതിഭയങ്കരമായ ഒരു സൈക്കോളജിക്കൽ പെർവേർട്ടഡ് മൂവ്മെന്റ് ആണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ദൈവത്തെ ഇകഴ്ത്തി കാണിക്കുകയും വളരെ പരിതാപകരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രിയ യുവ സമൂഹം അത് വളരെ എന്ന് വെച്ചാൽ വളരെ സൂക്ഷിച്ചുകൊണ്ട്, വളരെ കെയർഫുൾ ആയിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. വിശുദ്ധ വചനത്തോട് നിങ്ങൾ കൂടുതൽ അടുക്കണം എന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ് ആ ഒരു ഭാഗം വിടുകയാണ്. ബൈബിളിലെ ഈ ഡയറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ പഠനങ്ങളിലും ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചവരാ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. നമ്മളൊരു പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ പഠിച്ചതിന് പ്രകാരം നമുക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അവിടെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പഠിച്ച കാര്യം ആ മെസ്സേജ് മനസ്സിലായവർക്ക് മാത്രമേ ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ പറയുന്നത് പുസ്തകത്തിൽ അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള ഒരു വരി കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങൾ മനസ്സിലാകാത്തവർക്ക് എന്ത് പറ്റും, തെറ്റുപറ്റും. അവർക്ക് ആ മാർക്ക് എടുക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ ഈ സഭകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇച്ചൂടെ ഈ കാലത്തിനനുസരിച്ചും പ്രതികൂലത്തിനനുസരിച്ചും ഈ ആത്മീയ സാഹചര്യങ്ങൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾക്ക് മനസ്സിലാക്കിയ ഒരു തിയറിയും കൂടെ ഇവരെ കേപ്പബിൾ ആക്കി എടുക്കണം. ഇല്ലെന്നുണ്ടുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാരിൽ ഒരു സംശയം ഉണ്ടാകുകയാണ്, അയ്യോ അത് അങ്ങനെയാണോ, അപ്പം ഇങ്ങനെയാണോ എന്ന് സംശയം തോന്നുക. അങ്ങനെ ഒരു അവസ്ഥയല്ലേ ഇപ്പൊ ഈ പിശാച് ചെയ്യുന്ന ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ. അല്ലെ, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ ഒത്തിരി ഇന്റലക്ച്വലായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ടെക്നിക്കലിയും അതുപോലെ എല്ലാ നിലയിലും നമ്മൾ ഡെവലപ്ഡ് ഒരു വേൾഡിലാണ്. അപ്പം ക്രിട്ടിക്ക് ചെയ്യാൻ ഒരു മൈൻഡ് ഉണ്ട്. നമ്മൾ ഈ പറയുന്നത് അപ്പാടെ വിഴുങ്ങുകയല്ല, അവർ പെട്ടെന്ന് എല്ലാം കൂടെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ ആ തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പൊരുള് തിരിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റഡി തന്നെ ദൈവത്തെ കുറിച്ച് നമ്മൾ ഇട്ടുകൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പലരും മുസ്ലിമിലേക്കും അതുപോലെ ഈ വിശ്വാസം വിട്ടുമതിച്ച്, നമുക്കറിയാം ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രിയപ്പെട്ടവരൊക്കെ അവര് സഭാപിതാക്കന്മാരാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പറയുമ്പോഴും സഭാപിതാക്കന്മാർ വല്ലതും യഹോയെ നിന്ദിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? സഭാപിതാക്കന്മാർ വല്ലതും യഹോയ്ക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അപ്പം കുളിപ്പിച്ച് കൊച്ചില്ലാതായി എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞ് ഒരു ഉപദേശമില്ലാത്ത കംപ്ലീറ്റ്ലി ജീവൻ നഷ്ടപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് അവർ അകപ്പെടുകയാണ്. പാസ്റ്ററിന് അറിയാമോ ഏതെങ്കിലും സഭാപിതാക്കന്മാർ, അത്തനേഷ്യസ് എന്ന് പറയുന്ന അദ്ദേഹമോ ആരെങ്കിലുമോ യഹോവയെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഗോത്രപിതാ ദൈവമാന്നൊക്കെ പറഞ്ഞ് മാറ്റുന്ന ഒരു പഠനം ഉണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ അതേക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആദിമ സഭയിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 നൂറ്റാണ്ടുകളിൽ യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാർക്ക് സഭയെ പഠിപ്പിക്കുവാൻ അവരുടെ കൈവശമുണ്ടെന്ന് പറയുന്നത് പഴയ നിയമമാണ്. യഥാർത്ഥത്തിൽ ആ പഴയ നിയമ തോറായും അതോടനുബന്ധിച്ചുള്ള പുസ്തകങ്ങളുമാണ് പിതാക്കന്മാർ. അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് നോക്കിയ പൗലോസ് എങ്ങനെയാണ് ക്രിസ്തുവിനെ തെളിയിച്ചത്? പൗലോസ് ക്രിസ്തുവിനെ തെളിയിക്കുന്നത് പഴയ നിയമത്തിലൂടെയാണ്.
പഴയ നിയമം വെച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് യഹൂദന്മാരുടെ ഇടയിൽ യേശു ആയിരുന്നു നിങ്ങൾ കാത്തിരുന്ന മിശിഹ എന്ന് വ്യക്തമായിട്ട് തെളിയിക്കുന്നത്. ഇനി യേശു എങ്ങനെ തെളിയിക്കുന്നത് തന്നെ കുറിച്ച് യേശു തെളിയിക്കുന്നത് തന്നെ കുറിച്ച് തെളിയിക്കുന്ന മുഴുവൻ പഴയ നിയമത്തിലൂടെയാണ്. പഴയ നിയമത്തിലെ സകല വസ്തുതകൾ എടുത്തോളാം. അതുകൊണ്ട് ഏകദേശം ഒരു 3-ാം നൂറ്റാണ്ട് വരെയും ആ പഴയ നിയമം കോട്ട് ചെയ്തുകൊണ്ടും പഴയ നിയമം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടുമുള്ള പ്രസംഗങ്ങളും എഴുത്തുകളും ലേഖനങ്ങളും അതിലൂടെയാണ് ആദിമകാലത്തെ സഭാപിതാക്കന്മാർ സഭയെ പഠിപ്പിച്ചത്. ആ പഠിപ്പിക്കൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവര് ഒരിക്കലും പഴയ നിയമത്തിലെ യഹോവയെ ഇകഴ്ത്തുവാനോ ആക്ഷേപിക്കുവാനോ പഴയ നിയമത്തിൽ യഹോവ തെറ്റിപ്പോയി എന്ന് പറയുവാനോ ഒരിക്കലും അവര് മുതിർന്നിട്ടില്ല. അതിനുശേഷമുള്ളവരും മുതിർന്നിട്ടില്ല, ഇനി മുതിരുകയുമില്ല. യഥാർത്ഥ വിശ്വാസത്തിൽ നിൽക്കുന്നവർ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ, ഒരു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യൻ, അവൻ യഥാർത്ഥ ശിഷ്യൻ ആകണമെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉടനീളം കാണുന്നതായ ആ യഹോവയായ ദൈവത്തെ അംഗീകരിക്കാതെ അവന് ക്രിസ്തുവിന് ശിഷ്യനാകാൻ സാധിക്കുകയില്ല. ഇതിനകത്തൊരു വിഷയം എന്താ പറയുക, ഈ സഭാപിതാക്കന്മാർ ഉണ്ടായിരുന്ന ആ നല്ല സഭാപിതാക്കന്മാരുടെ കാലമുണ്ട്. ഈ ബൈബിളൊക്കെ വരുന്ന ആ സഭ 300-400 ഈ ചെതറിയ 2 സഭകളൊക്കെ ആയി പോകുന്നതിന് മുമ്പുള്ള ഏർലി ചർച്ചിന്റെ ടൈമുണ്ട്. ആ ടൈമിൽ അവർ ഫാദർ സൺ ഹോളി സ്പിരിറ്റ് എന്നുള്ള ആ ദൈവിക ട്രിനിറ്റിയെ പവിത്രക്കാണ്. അതിന്റെ ഇടയിൽ വേറൊരു വ്യക്തി ആരാധനയ്ക്ക് മറ്റൊന്നും കൊണ്ടുവരുവാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ കാണുന്ന മറിയ, അതുപോലെ ബിംബാരാധനകൾ, അന്യാരാധനകൾ, ഈ പരിപാടികളൊന്നും ഇവർ കൊണ്ടുവരും. അത് വളരെ പരിശുദ്ധ തൃത്വത്തെ കാത്തു സൂക്ഷിച്ചത്. അപ്പൊ ഇത് പിന്നീട് പറ്റി ഇവര് ഈ ആളുകളെ പിടിച്ചു നിർത്താനും മനുഷ്യരെ അബലമാക്കുവാനും അവരെ ചൂഷണം ചെയ്യുവാനും വേണ്ടി വേറെ പല ഡൈറ്റീസ് അകത്ത് കയറി മിക്സാക്കി ഉള്ള യഥാർത്ഥ ദൈവത്തിന്റെ ആ ശക്തിയും അതുപോലെ ആ വിശ്വാസത്തിലൂടെ ഉണ്ടാകേണ്ടുന്ന ആഗ്രഹം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ജനതയായി മാറ്റി അവരെ ക്രിസ്ത്യാനിറ്റി. പിന്നീട് അതെ, സഭാചരിത്രം ആദ്യം മുതൽ ഞാൻ ഇന്ന് ശരിക്കും ഒരു കമന്റ് ചെയ്യുകയായിരുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചരിത്രം പഠിക്കേണ്ടത് പലർക്കും അറിയില്ല. പലരും ഇന്ന് അവരുടെ കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ച ചരിത്രം പഠിക്കുന്നത്. അത് ഒരു ചരിത്ര പഠനമേ അല്ല. ചരിത്ര പഠനത്തിന് 2 ഫേസ് ഉണ്ട്. അതിലൊന്നാണ് റിവേഴ്സ് ലേണിംഗ് എന്ന് പറയും. രണ്ടാമത്തെ ഫേസ് ആണ് ഫോർവേഡ് ലേണിംഗ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ നിമിഷത്തെ അവസ്ഥയിൽ നിന്നും പുറകോട്ട് നോക്കണം. 2 ഏറ്റവും പുറകിൽ നിന്നും മുൻപോട്ട് നോക്കണം. ഇത് രണ്ടും ചേരുന്ന ഒരു സംഗമമുണ്ട്. അങ്ങനെ ഒരു സംഗമം ഉണ്ടെങ്കിൽ മാത്രമേ ചരിത്രപരമായിട്ട് നാം എന്തിന്റെ ചരിത്രമാണ് പഠിക്കുന്നത് അതിന് സാധുതയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാരാണല്ലോ. പെന്തക്കോസ്ത് സഭയെ എടുത്തിട്ട് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തെ എടുത്തിട്ട് പുറകോട്ട് നോക്കണം. അത് ആരിലൂടെയാ വന്നത്, എങ്ങനെയാണ് വെളിപ്പാടുണ്ടായത്, അവര് ഏത് സഭയുടെ ഭാഗമായിരുന്നു, അവരെ എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെ പോയി അവരെങ്ങനെ AD 1-ാം നൂറ്റാണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള റിവേഴ്സ് പഠനം ചെയ്യണം. അതുപോലെ തന്നെ തിരികെയും ചെയ്യണം. AD 1-ാം നൂറ്റാണ്ടിൽ നിന്ന് തിരികെ നമ്മൾ ചെയ്യണം. ഇത് രണ്ടും പാരലായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും നമ്മളായിരിക്കുന്നത് യഥാർത്ഥ ചരിത്രപരമായ സഭയിലാണെന്ന്. ഇനി ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഒരു പുറകോട്ട് പോയിട്ട് അവർക്ക് പിൻപോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റില്, ഒരു മൊമെന്റ് ഓഫ് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഓഫ് ടൈം അവിടെ വരുന്നില്ല എങ്കിൽ ആ സമൂഹത്തിന്റെ ചരിത്രപരമായ നിലനിൽപ്പില്ല. അത് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നാം പഠിക്കുമ്പോഴും നാം ആദ്യത്തെ നമ്മളെ പഠനം തുടങ്ങുന്ന സമയത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ നമുക്കറിയാം, പ്രവർത്തന പുസ്തകം മുതൽ വായിക്കുന്നു, 5-6 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നു. ആദിമ ക്രിസ്ത്യാനികൾ അതിഭയങ്കരമായ പീഡനത്തിലൂടെ കടന്നുപോയത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കഴുത്തുപോകും. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലൂടെ സഭ കടന്നു വരുമ്പോൾ അവിടെ ഈ പറയുന്ന ഒന്നുമില്ല. അവിടെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോ ഇപ്പുറത്തോ വേറൊരു ഉപദേശമോ ഒരു ചിന്തയോ ഇല്ല. അവർക്ക് അന്ന് അവരുടെ കയ്യിലുള്ളത് യേശുവും അപ്പോസ്തലന്മാരും ശിഷ്യരും കേട്ട് അവരിൽ നേരിട്ട് പ്രചരിപ്പിക്കപ്പെട്ടതായ ഉപദേശങ്ങളും കൽപ്പനകളും മാത്രമുള്ളത്. മനുഷ്യൻ്റെതായ യാതൊന്നുമില്ല. അത് അപ്പോൾ വാമൊഴിയായി തന്നെ, അതും അതിന്റെ കൂടെ പഴയ നിയമമുണ്ട്. വാമൊഴിയായി യേശുവിൽ നിന്ന് നേരിട്ട് കിട്ടിയതും അപ്പോസ്തലന്മാരിൽ ലഭിച്ചതുമായ പഠിപ്പിക്കലുണ്ട്. ഇതിലാണ് സഭ വളർന്നു വരുന്നത്. അതിനകത്ത് വേറൊന്നിനും സ്ഥാനമില്ല, മറ്റൊന്നിനും സ്ഥാനമില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ 27 പുതിയ നിയമ പുസ്തകത്തിലുള്ള അതിന് മാത്രമേ അന്ന് അവരുടെ സ്ഥാനമുള്ളൂ. അതിന് പുറത്തുള്ള ഒന്നും സ്ഥാനമില്ല. പിന്നീട് AD 300 കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുപറ്റി? ഇതൊരു നോബിൾ റിലീജിയനായി.
ക്രിസ്തുവിന്റെ മാർഗം എന്നുള്ളത് വിട്ടിട്ട് ഇറ്റ് ബിക്കേം എ നോബിൾ റിലീജിയൻ എന്ന് വെച്ചാൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വലിയ സമ്പത്തുള്ളവരും ഒക്കെ ചേർന്ന് വരുന്ന, നമ്മൾ പറയത്തില്ലേ സ്റ്റാറ്റസിന് വേണ്ടി ചേർന്ന് വരുന്ന ഒരു റിലീജിയസ് മൂവ്മെന്റ് ആയി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അവിടെ മുതലാണ് എക്സാക്ട് അവിടെ മുതലാണ് ഇതിന്റെ അപച്യുതി. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് അവരുടെ വീട്ടിലെ ഡയറ്റിംഗ് അതിനെ ക്രിസ്ത്യനൈസ് ചെയ്തു. അതെ, നല്ലവരായ ആൾക്കാർക്ക് പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ ബിബ്ലിക്കലായിട്ട് സേവിക്കുന്നവർ പ്രതികരിക്കാൻ പോലും അവസരമില്ലാത്തൊരവസരം. കാരണം പ്രതികരിച്ചാൽ അവർ സഭാപ്രശ്നരായി മാറും, അവരെ കൊല്ലും. അതുപോലെ ഇവർക്ക് നല്ല ആത്മീയ ആയുധം എടുക്കത്തില്ല, അവർ വഴക്കുണ്ടാക്കുന്നില്ല. അപ്പൊ അവരുടെ ആ ഒരു നല്ല വശത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്തു, അവരെ പിടിച്ചടക്കിക്കൊണ്ട് ഒരു ഹൈജാക്ക് ചെയ്യുന്ന പോലെ ആയിരുന്നു പിന്നീട് ഈ സഭാ കാര്യങ്ങളും നേതാക്കന്മാരും സഭയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നുമൊക്കെ നമ്മൾ ആത്മീയ വേൾഡിൽ കാണാൻ കഴിയും. ആത്മീയൻ എന്ത് ചെയ്യും, അവൻ ആത്മീയമായി നിൽക്കും, അവൻ ആത്മീയമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ ശക്തികൾ പല കൈകടത്തലുകൾ നടത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ നാളുകളിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു തിരിച്ചറിവാണ്. നമ്മൾ എവിടെ നിൽക്കുന്നത്, നമ്മൾ നമ്മുടെ സഭാപിതാക്കന്മാർ നൽകിയിരിക്കുന്ന ബൈബിളിൽ നിന്ന് എത്രമാത്രം വെളിയിൽ പോയി. നമ്മുടെ ചുറ്റും നടക്കുന്ന ആചാരങ്ങൾ, നമ്മൾ ഈ ക്രിസ്തീയത എന്ന് പറഞ്ഞ് നമ്മളൊരു പള്ളിയിലോ ഇടത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ആചാരങ്ങൾ, അല്ലെങ്കിൽ അവിടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് വേഷഭൂഷാദികളുമായി നിൽക്കുന്നവരൊക്കെ എന്താണ് കാണിക്കുന്നത്, പുതിയ നിയമപ്രകാരമുള്ള വ്യവസ്ഥിതിയിലാണോ നിൽക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയും ഒരു ആർജവും നമുക്ക് ഈ നാളുകളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ മറ്റ് ഡൈറ്റീസും മറ്റ് വഴിവിട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ബൈബിള് എടുത്തിട്ടാണ് അന്ന് മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ, വേറെ എവിടുന്നും അല്ല, ഇവരൊക്കെ ദൈവവചനമായി എടുത്ത് അടിസ്ഥാനപരമായി അഥവാ ആത്യന്തികമായി എടുത്തുപയോഗിക്കുന്ന ഗ്രന്ഥമാകുന്ന ബൈബിളിന് വിരുദ്ധമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഈ പള്ളികളിൽ നിന്ന് തന്നെ റിഫോം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി മാർട്ടിൻ ലൂതർ കിങ്ങും പ്രിയപ്പെട്ടവരൊക്കെ വെളിയിൽ വരുവാനിടയാച്ചത്. അപ്പൊ ദൈവം പ്രവർത്തിക്കുന്നതിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ്, അല്ലാതെ നമ്മൾ തോന്നുന്ന അനുസരിച്ച് സഭയെ കൊണ്ടുപോയാൽ ദൈവാത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ആ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഇത്രയും നേരം പാസ്റ്റർ സംസാരിച്ച ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം, പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെ സഭാചരിത്രം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഏകദേശം 3-4 സെഞ്ചുറികളോളം സഭ ഒരു കുഴപ്പമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതപ്പെട്ടത്, അല്ലെ അത് ക്രോഡീകരിക്കപ്പെട്ടത്? എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് സഭാപിതാക്കന്മാർ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പുസ്തകം വേണം എന്നുള്ള ആ ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിട്ട് ക്രോഡീകരിക്കപ്പെട്ടത്? അതിന്റെ ഉത്തരം നിങ്ങൾ കാണുവാൻ ശ്രമിച്ചാൽ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണത്തിന് നമ്മളുടെ ഭാരതത്തിൽ അനേക നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്നത് സാമന്തന്മാരും നാട്ടുരാജാക്കന്മാരും അവരവരുടെ രീതിയിലാണ് ഭരിച്ചിരുന്നത്. അവരവർക്ക് തോന്നിയ നീതി വ്യവസ്ഥയായിരുന്നു, അവരവർക്ക് തോന്നിയ ആചാരങ്ങളും കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന ഒരു രാജ്യം ഒരു റിപ്പബ്ലിക് ആയി കഴിഞ്ഞപ്പോൾ അതിനെന്താ വേണ്ടത്? അതിനൊരു ഭരണഘടന വേണം, അതിനൊരു നിയമ സംഹിത വേണം. അപ്പോൾ എന്ത് പറ്റി? 1950 അതിനുവേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കി, അങ്ങനെ ഒരു നിയമ സംഹിത എഴുതി ഉണ്ടാക്കി. അതെല്ലാവരും കൂടെ ഞങ്ങള് ഇന്ന് മുതൽ ഇന്ത്യ മഹാരാജ്യത്തുള്ളവരെല്ലാം 1950 ജാനുവരി 26 മുതൽ ഞങ്ങൾ ഈ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഓരോ ഇന്ത്യൻ പൗരനും ആ പ്രതിജ്ഞ ചെയ്താണ് അവൻ ഇന്ത്യൻ പൗരനാകുന്നത്. അപ്പോൾ ഓർത്ത് നോക്കാം, പിന്നീട് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പറ്റില്ല. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോഴാണ് കോടതിയിൽ കേസായിട്ട് വരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പ്രമാണം എഴുതി ഉണ്ടാക്കപ്പെടുന്നത്? അനേക വിവിധ തരത്തിലുള്ള നീതിയും അനീതിയും ചേർന്നുള്ള ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാവർക്കും ഒരുപോലെ നീതി ഉണ്ടാകുവാനായിട്ട് ഒരു നീതി പ്രമാണം ഉണ്ടാകുന്നു. ഇതുപോലെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുക. സഭകൾ വളരാൻ തുടങ്ങി, സഭകൾ പിളരാൻ തുടങ്ങി. പിളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമല്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന സമൂഹങ്ങളാണ്. ഓരോ ഭവനത്തിൽ സഭകൾ കൂടി വന്നു. അങ്ങനെ പെട്ടെന്ന് ഇതങ്ങ് വളരുവാൻ തുടങ്ങി. സഭ ശരിക്കും വളർന്നു ഓരോ ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് ലോകം മുഴുവൻ ഇത് വ്യാപിച്ചു വരുമ്പോൾ ഓരോ സ്ഥലത്തെ രീതികൾ കണക്കിലെടുത്ത് അവർ ആരാധന തുടങ്ങി. എന്ന് വെച്ചാല് സഭയിൽ യേശു കർത്താവ് എന്ത് ഉദ്ദേശിച്ചോ അതിന് ഘടകവിരുദ്ധമായിട്ട് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, യെശയ്യാ പ്രവചനം 53 പറയുന്ന പോലെ ഓരോരുത്തൻ താന്താന് തോന്നിയ വഴിക്ക് പോയി. കർത്താവ് എന്തിനാ മരിച്ചത്?
അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ സഭാപിതാക്കന്മാർ ഒരുമിച്ച് ഇരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശോധിച്ച് പരിശുദ്ധാത്മാവ് ഓരോന്നിനെയും പരിശോധിച്ച് എടുത്ത് ചേർത്തതാണ് 27 പുസ്തകങ്ങൾ എന്ന് പറയുന്ന പുതിയ നിയമം. അപ്പോൾ അത് എന്ന് മുതൽ അംഗീകരിക്കപ്പെട്ടോ അന്ന് മുതൽ ആ പുസ്തകത്തിന് ഇടത്തേക്കോ വലത്തേക്കോ അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ പോകാൻ നമുക്ക് പ്രമാണം ഇല്ല. അതാണ് സഭയുടെ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് വിശുദ്ധ വേദപുസ്തകം ഞങ്ങൾ തന്നാണ്, ഞങ്ങൾ എഴുതിയ, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, വിശുദ്ധ വേദപുസ്തകത്തിനല്ല കാര്യം, സഭയ്ക്കാ കാര്യം, അല്ലെങ്കിൽ ചരിത്രത്തിനാ കാര്യം, സഭാ പിതാക്കന്മാർക്ക് കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കാത്തവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇതിനകത്ത് നിന്നാ മതി, ഈ എഴുതപ്പെട്ട വചനത്തിനകത്ത് എനിക്ക് നിന്നാ മതി, ആ വചനത്തിലുള്ള ദൈവത്തെ എനിക്ക് ആരാധിച്ചാൽ മതി, എനിക്ക് വേറെ ദൈവം വേണ്ട. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലേക്ക് വരണം നമ്മൾ. അതെ, ഇവര് ഈ സഭാപിതാക്കന്മാരെന്ന് പറയുകയും പറഞ്ഞ് ബൈബിളിനെ നിന്ദിക്കുകയും അതിലുള്ള ആത്മാവിനെ നിന്ദിക്കുകയും ഇതെല്ലാം ചെയ്യുന്നത് നമ്മളിപ്പം ഒരു കമ്മ്യൂണിറ്റിയോട് വൈരാഗ്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടായാൽ ഞാനത് തീർക്കേണ്ട ദൈവത്തിന്റെ പുറത്തല്ല. ദൈവത്തിന്റെ പുറത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ തന്നെ തകർന്നു പോകത്തേ ഉള്ളൂ. അപ്പൊ ഞാനതാ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ ആരെ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്? ഞാൻ കണ്ടത് ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണെങ്കിൽ, ക്രിസ്തുവുമായി ഞാൻ നിരന്നുകൊണ്ട് എപ്പോഴും ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ക്രിസ്ത്യാനിറ്റി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനിയായി തുടരാൻ കഴിയും. അതേസമയം ഞാനൊരു സമൂഹത്തിലെ ചില ആൾക്കാരെ കണ്ടിട്ട് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ നാളെ മുതൽ വിഷയത്തിന് തുടങ്ങിയാൽ എനിക്ക് ആ വിഷയത്തിൽ മുഴുകാൻ പോകണോ ഞാൻ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മുഴുകണം? അപ്പോൾ എന്ത് സംഭവിച്ചത്? ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കാനൊക്കെ കാരണമായത് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിലെ പ്രിയപ്പെട്ടവരുമായി നമ്മൾ ഈ ഡിബേറ്റിന് പോയപ്പോഴാണല്ലോ വിഷയങ്ങൾ മനസ്സിലായത്. ഇവരുടെ ഉള്ളിലൊക്കെ കിടക്കുന്ന സാധനം ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് അപ്പോസ്തോലിക് ചർച്ച ഏതാന്നുള്ളതായിരുന്നു. അവിടെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുത്തു, ബൈബിൾ പറയുന്ന പ്രകാരം ഇവര് ഉയർത്തിക്കാട്ടുന്ന ഈ അന്ത്യോക്യ സഭ തന്നെ ഒരു അപ്പോസ്തോലിനും പോയി സ്ഥാപിച്ചതല്ല, സുവിശേഷം പറഞ്ഞ സാധാരണ ആൾക്കാരാണ് നമ്മളവിടെ തെളിയിച്ചു. അല്ലെ അവര് പറയട്ടെ, ഇപ്പൊ നമ്മളെ ശിവു പിടിക്കലോ ഗ്ലോറിയസ് ഗോസ്പലിലെ ആരെങ്കിലും പ്രിയപ്പെട്ട നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വന്ന് പറയട്ടെ, അന്ന് അന്ത്യോക്യ ചർച്ചിൽ ആരംഭിച്ചത് അപ്പോസ്തോലനാണെന്നോ അല്ലെങ്കിൽ അവിടെ കൈവപ്പ് കൊടുത്തതിൽ അപ്പോസ്തോലനാണെന്നോ അവർ തെളിയിക്കട്ടെ. അവിടെ വചനം പറഞ്ഞ സുവിശേഷം പറഞ്ഞവരാണ് സഭ സ്ഥാപിക്കുന്നത്. സഭയിലുള്ള സാധാരണക്കാരായ പ്രിയപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൈവച്ച് ആളുകളെ നിയോഗിച്ചയക്കുന്നത്. അപ്പൊ സഭ സുവിശേഷം പറയുമ്പോൾ അവിടെ പറയുന്ന കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ഒത്തിരി പ്രിയപ്പെട്ടവരെ സഭയോട് ചേർത്തു. അപ്പൊ ഈ ഉയർത്തി കാണിക്കുന്ന അന്ത്യോക്യ സഭയുടെ ആ പ്രവർത്തനം തന്നെ നോക്കിയാൽ മതി. അന്ത്യോക്യ സിംഹാസനം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നവരുടെ പൊള്ളത്തരം മനസ്സിലാവും. ബൈബിളിൽ വ്യക്തമായ ചരിത്രം കിടക്കുമല്ലോ. വെളിയിൽ ചരിത്രത്തിന് പോകണ്ട, ദൈവവചനത്തിന് വെളിയിൽ പോകണ്ട, ഉപദേശങ്ങൾക്കും വെളിയിൽ പോകണ്ട. ബൈബിൾ സമ്പുഷ്ടമല്ലേ? അപ്പൊ അപ്പൊ അവസാനം എന്ത് സംഭവിച്ചു? വേറെ പലരുടെ പഠിപ്പിക്കലുകളും വാമൊഴി, പഴമൊഴി, പിന്നെ വായി വരുന്ന മൊഴി എല്ലാം പറയുന്നവരുടെ പുറകെ നടന്ന് അവസാനം വന്നത് ഇപ്പൊ സഭാപിതാക്കന്മാർ പറയുന്ന യഹോവയാകുന്ന പവിത്രമായുള്ള നമ്മുടെ ഏക ദൈവത്തിന്റെ ട്രിനിറ്റി ഒക്കെ അറിയാമെന്ന് പറയുകയും ദൈവത്തെ അറിയാൻ മേലാത്ത അവസ്ഥയിൽ, നിന്ദിക്കുന്ന അവസ്ഥയിൽ, ഒരു മുസ്ലിം പറയുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവർ കടന്നു പോയിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരെ ഏഴ് ചോദ്യം ചോദിച്ചു ട്രിനിറ്റിയെ കുറിച്ച്, വിശദീകരിച്ച് അവർക്ക് 7 പിന്നെയും മറുപടി കൊടുത്തു. അവരായിരുന്നു ശരിക്കും അവരുടെ ട്രിനിറ്റി പറയേണ്ടത് അവരാ. അത് പറഞ്ഞില്ല, അവർക്ക് അത് പുറത്തെടുക്കാനുള്ള ഒരു മടി എന്തായാലും ആയിക്കോട്ടെ, അത് പറഞ്ഞില്ല. നമ്മൾ നല്ല വിശദമായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നു. അതും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ദൈവം ആരാന്ന് ചോദിച്ചു, യഹോവയാണെന്ന് പറഞ്ഞു. യഹോവയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അതെ, യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുമ്പോൾ യഹോവ രക്ഷ, യേശുവിനെ ആരാധിക്കുമ്പോൾ, യേശുവിന്റെ രക്ഷയിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരാധന കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ പിന്നെ അവര് ചെയ്ത തെറ്റ് എന്ന് വെച്ചാൽ ഈ യഹോവയെ നിന്ദിച്ചത്, ട്രിനിറ്റി പൂർണ്ണമായി പറയാൻ അറിയാൻ മേലാത്ത അവസ്ഥ. എന്നാൽ ഇത് പറയേണ്ടതിന് പകരം വീണ്ടും ഒളിഞ്ഞിരുന്നു കൊണ്ട് ഞങ്ങൾ പറഞ്ഞ അൽക്കുടത്തം ഭാഷ വരുന്നുണ്ട് വന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അത് പറയാനുള്ള ആംബിയർ ഇല്ല. അത് എവിടെ ഇരുന്ന് വെച്ച് എന്ത് ചെയ്തു? പിന്നെ 7 ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ 7 ചോദ്യം ചോദിച്ചു. കണ്ടാൽ തന്നെ അറിയാം, നേഴ്സറി നമ്മൾ ഈ ട്രിനിറ്റി അറിയാവുന്ന ഒരു സാധാരണ ഒരു ആത്മാവിൽ നിൽക്കുന്ന ഒരു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഒരേ ചോദ്യമായി 7 എണ്ണം പറഞ്ഞു വരുമ്പോൾ. എന്നാൽ ആദ്യത്തെ ആ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. അത് കിട്ടാനുള്ള വകുപ്പില്ലാതെ, കാരണം അത് വഴിപോയി. അപ്പൊ അങ്ങനെ പോയിട്ട് എന്ത് അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു, അന്നാ വരാമെന്ന് പറഞ്ഞു, എന്നിട്ട് കാണുന്നില്ല. പിന്നെ അടുത്തത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റ ചോദ്യം തിരിച്ചവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന വലിയ സഭയും പ്രസ്ഥാനവും നിങ്ങളുടെ സഭാപിതാക്കന്മാരും ഒക്കെ ഉണ്ടെന്ന് ചുമ്മാ പറയുന്ന ഈ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ
ദൈവം ആരാണ്? യഹോവയാണോ നിങ്ങളുടെ ദൈവം? യഹോവയെ കുറിച്ചാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഈ ബൈബിളിൽ പറയുന്ന യഹോവ അല്ലാത്ത ഏത് ദൈവമുള്ളത്? യഹോവ അല്ലാതെ ഒരുത്തനുമില്ല. യഹോവ അല്ല പരിശുദ്ധനൊന്നുമില്ല. എത്ര എത്ര ഒട്ടനവധി വാക്യങ്ങളാണ് നമ്മൾ സഭകളിൽ വായിക്കുകയും ഈ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന യഹോവ. അപ്പോ ഇവര് പറഞ്ഞ പുതിയ നിയമത്തിൽ യഹോവയില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. പുതിയ നിയമത്തിൽ യഹോവ രക്ഷ, അതാണ് യേശുക്രിസ്തു. പിന്നെ രണ്ടു പ്രാവശ്യം പറയുന്ന കാര്യം അവൻ തന്റെ യാശുവ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുന്നവനാണ് വന്നിരിക്കുന്നത്. അത് എലിസബത്ത് വിളിച്ച് എന്റെ കർത്താവിന്റെ മാതാവ് വിളിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ പഴയ നിയമം അവരുടെ കർത്താവും എല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ വിളിച്ച് എന്റെ കർത്താവിന്റെ മാതാവെന്ന വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് വിളിക്കാന്ന് ഓർക്കണം. അപ്പൊ ആത്മാവിൽ അവർക്കത് വെളിപ്പെട്ടു, ബൈബിൾ എഴുതി വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണ്ട. അപ്പൊ ഒരു ഉത്തരം, ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്ത് ഗതികേട്ടിലാണ് നിങ്ങൾ അന്ന് യഹോവയെ മുസ്ലിങ്ങൾ സാറിന് പ്രിയപ്പെട്ടവർ അവരുടെ പുസ്തകം വേറെയാണ്, അവരുടെ പഠിപ്പിക്കൽ വേറെയാണ്, അവരുടെ ഉദ്ദേശം വേറെയാണ്. പോട്ടെ, അവരെ നമ്മൾ വെറുതെ വിട്ടേക്കാം. അവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്ത് കോമൺ സെൻസിലാണ്, എന്ത് ബെവരക്കേടിലാണ് നിങ്ങൾ ഇങ്ങനെ ഈ നമ്മുടെ ബൈബിളിലെ യഹോവയെ നിന്ദിക്കാനുണ്ടായ കാര്യം ഒന്ന് വന്ന് പറയാമോ? ഈ കേൾക്കുന്ന ശിവപിടിക്കലോ ആരെങ്കിലും അവർ പറയുന്ന വാക്ക് പറഞ്ഞ കിങ്കരന്മാരോ അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ കയറി വന്നിട്ട് നിങ്ങളെ ശിവപിടിക്കലിനെ തന്നെ നിങ്ങൾ പറഞ്ഞു വിടുക. നിങ്ങളുടെ ദൈവം ആരാണ്? യഹോവയാണോ? അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഞങ്ങൾ ഈ മുസ്ലിങ്ങളുമായിട്ടൊക്കെ ഡിബേറ്റ് ചെയ്യുന്ന. അപ്പൊ ഇനി അവര് പറയുന്ന ആളുകൾ ഞങ്ങൾ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നിൽ രക്ഷയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷയ്ക്കായിട്ടോ നിങ്ങൾ വാ. ഏതായാലും ഞങ്ങളെ അവിടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തു, റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു എന്തെങ്കിലും ഒരു ബേസ് വേണമല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര പേരെ തെറ്റിക്കും? നിങ്ങളുടെ കൂടെ 10-200 പേര് ഇവർക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾ ഈ ഓൺ ചെയ്തിട്ട് അതും ഇതും പറയുമ്പോഴത്തേക്ക് വന്ന് 10-200 ഇഷ്ടം ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഇവർക്കാർക്കും വിവരമില്ലാത്തവരാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ യഹോവയെ നിന്ദിച്ച ആൾക്കാരുടെ മുമ്പിലാണ് ഇരുന്ന്. അപ്പൊ ഇവരെന്തിനാ വന്നിരിക്കുന്നത്? കുറെ ചീത്തവിളി കേൾക്കാനും മറ്റുള്ളവരെ പഴി പറയുന്നത് കേൾക്കാനും പള്ളു പറയും. ബൈബിളൊക്കെ തുച്ഛമായിട്ട് എടുക്കുന്നു, ദൈവത്തിനൊക്കെ തുച്ഛമായിട്ട് എടുക്കുന്നു. അപ്പൊ 10-200 പേരെ അവർ ബന്ധിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവരൊക്കെ എന്താ വെച്ചാൽ നമ്മളെ പെന്തക്കോസിനെയോ അല്ലെ നല്ല ആത്മീയ കാര്യങ്ങളൊക്കെ ചവിട്ടുന്നത് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ റോഡിൽ കിടന്ന് വരുന്ന ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ 10 പേര് കൂടി നിൽക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഈ കളി കാണാൻ നിൽക്കുന്നവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് യഹോവയെ നിന്ദിച്ചത്? ബൈബിളിലെ ദൈവമായ യഹോവയെ നിന്ദിക്കാൻ എങ്ങനെ കഴിയും? അല്ല, ഒരു സാധൂകരണം നിങ്ങളോട് ഒന്ന് പറയാം. അല്ല ഭാഷ, ഞാൻ വികാരപരമായി പറഞ്ഞു തന്നെ. അത് ശരിയാണ്. ഇപ്പോൾ ഈ വൈരാഗ്യം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ശരിക്കും ഉള്ള സത്യം പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തിനോട് ആർക്കും വൈരാഗ്യമില്ല. പക്ഷെ ആരോടാണ് വൈരാഗ്യം ഉള്ളത്? 1, 2, 3 വ്യക്തികളോട് ചിലർക്ക് വൈരാഗ്യം ഉണ്ടാകാം. ആ വൈരാഗ്യം ഇവർ തീർക്കുന്നത് സമൂഹത്തോടാണ്. അതാണ് ശരിക്കും കണ്ടുപിടിച്ചത്. അല്ല, വൈരാഗ്യം ചില കാരണത്തുണ്ട്. കാരണം എന്താ അറിയാമോ? ഞാൻ ഇടയ്ക്ക് കയറുന്നവരോട് ക്ഷമിക്കണം, ചില നമ്മളൊരു സ്പീഡിലേക്ക് പോയതുകൊണ്ട്. അപ്പൊ ഈ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒരുത്തൻ കള്ളു കുടിച്ച് തോന്നിയ പോലെ പണ്ടത്തെ കാര്യം അറിയാം. അവൻ എങ്ങനെ നടന്നാലും ആർക്കും കുഴപ്പമില്ല. അവൻ വന്ന് ആരാധനയ്ക്ക് വന്നിരുന്ന് അവനെ രക്ഷപ്പെട്ട് അവൻ നന്നാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ വലിയ ബന്ധക്കാരും ചാർച്ചക്കാരെല്ലാം ഓടി വരും. റോഡിൽ കിടക്കുന്നതിനെ ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ അവൻ അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങളാണ്. പിന്നെ അതുപോലെ ചില വീട്ടുകാര് അവരുടെ കൂടുള്ള കുടുംബക്കാരുടെ ഇടയിലുള്ള ചില ആൾക്കാർ വചനസത്യം മനസ്സിലാക്കിയിട്ട് യേശുവിനെ സേവിച്ച് അവരുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് വിടുതൽ അനുഭവിച്ച് കൂട്ടത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും കൂടുള്ളവർക്ക് വൈരാഗ്യം ഉണ്ടാവും. അത് മാനുഷികമായിട്ട്. അപ്പൊ കുറെ ആൾക്കാർക്ക് അങ്ങനെ വൈരാഗ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. കുറെ നാളായിട്ട് ഞങ്ങളുടെ വീട്ടുകാരെ അവർ കൊണ്ടുപോയില്ലേ, അവർ കൊണ്ടുപോയതല്ല. നിങ്ങൾ വേറെ വഴിയിലേക്ക്, ക്രിസ്ത്യാനിറ്റി വിട്ട് അവരെ വേറെ വഴികളിലേക്ക് പരിശുദ്ധ തൃത്വമാകുന്ന ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ് അതിൽ നിർത്താതെ ഫാദർ, മദർ, സൺ, പിന്നെ കുറെ പുണ്യാളന്മാർ, ഇങ്ങനെയുള്ള പല വഴികളിലേക്ക് അവരെ വലിച്ചുകൊണ്ട് പോയപ്പോൾ അവരുടെ ആത്മാവിനെ വിടുവിക്കാൻ വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിൽ വീണ്ടും റിഫോം ചെയ്ത് ഇറക്കിയതാണ് ദൈവിക സഭാ പ്രസ്ഥാനങ്ങൾ. അവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. എല്ലാ പെന്തക്കോസുകാരെയും പെന്തക്കോസ് പ്രസ്ഥാനങ്ങളെ ന്യായീകരിക്കുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഉപദേശപരമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധ ട്രിനിറ്റി നിൽക്കുന്നതും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ യഹോവയെ നിന്ദിക്കാത്ത നിലയിൽ യഹോവയ്ക്ക് അതേ വാല്യൂ കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് പെന്തക്കോസ് പ്രസ്ഥാനങ്ങളാണ്. അപ്പോ വൈരാഗ്യം അവർക്ക് പല രീതിയിലുണ്ടാകും. കാരണം നമ്മുടെ ബന്ധത്തിലുള്ള ഒരാൾ പെന്തക്കോസിലേക്ക് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് വൈരാഗ്യമാണ്. പക്ഷെ നിങ്ങൾ കാര്യം ചിന്തിക്കൂ. ഇപ്പൊ നിങ്ങളെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കത്തോലിക്കാണ് കത്തോലിക്ക അല്ല, ഓർത്തഡോക്സ് ആണ് ഓർത്തഡോക്സ് അല്ല, ഗ്ലോറിയസ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഒരു വേഷത്തിൽ ചില ആൾക്കാർ നിൽക്കുമ്പോ അവർ വന്ന് എന്താണ് ഞങ്ങളുടെ ഡിബേറ്റിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടോണ്ടിരുന്നല്ലേ?
യഹോവയെ കുറിച്ച് അവരെന്താണ് പറഞ്ഞത്? യഹോവയല്ല ദൈവം എന്ന് പറഞ്ഞില്ലേ? അത് ചോദിക്കാൻ പോലുള്ള ആംബിയർ ഇല്ലാതെ അവര് ഇനിയും വന്ന് തുറന്നിരുന്ന് ചെന്തേലും പറയുമ്പോൾ ബൈബിളിലെ ഹാരി പോട്ടറുടെ പുസ്തകം എന്നുള്ള നിലയിൽ പറയും. അത് കേൾക്കുമ്പോഴേ വായടക്കടാന്ന് പറയേണ്ടതാ. ഒരു ക്രിസ്ത്യാനി ബൈബിളിനെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ ഹാരി പോട്ടർ എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ പറയും അതില്ല. അതിനുശേഷം ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആധികാരികമായി എന്തെങ്കിലും പറയണമെങ്കിൽ പിന്നെയും ബൈബിളിൽ നിന്നാ പറയുന്നത് ഓർക്കണം. പിന്നെയും ഞാൻ തിരുവഴുത്തിന്നാ പറഞ്ഞ ഒന്നി നീ ഇത് നല്ലതാന്ന് പറ, അല്ലെ ചീത്തയാന്ന് പറ. അപ്പൊ ആളുകളെ വഞ്ചിക്കുകയാണ്. പറഞ്ഞിട്ട് അതെ അതെ അതെ. അപ്പോൾ ഈ അങ്ങനെ വൈരാഗ്യം, ചില വ്യക്തികളോട് വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ആ വൈരാഗ്യം ഒരു സമൂഹത്തോടാണ് തീർക്കുവാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ആ വ്യക്തിയെ നേരിടുവാനോ വ്യക്തിയോട് നേരിട്ട് ഇത് തീർക്കുവാനോ പലർക്കും അമ്പയർ കാണില്ല, അതിനുള്ള ധൈര്യം കാണില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരൊരു മൂലയ്ക്ക് മാറി നിന്നിട്ട് ഈ സമൂഹത്തെ മുഴുവൻ കരിവാരിത്തേക്കാൻ ശ്രമിക്കുക. അത് ചിലരുടെ മാനസിക നിലയാണ്. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ വളരെ ബഹുമാനമുള്ള ഈ പെന്തക്കോസ്ത് വിട്ടുപോയ കുറെ പേരെ എനിക്കറിയാം, നമുക്ക് സോഷ്യൽ മീഡിയത്തെ പലർക്കും അറിയാം. അവർക്ക് മാന്യമായിട്ട് അവർ ഡിക്ലെയർ ചെയ്തു, ഞങ്ങൾ ഇന്നേ വരെ പഠിച്ചതും അറിഞ്ഞതൊക്കെ വളരെ നല്ലത്, എനിക്ക് വളരെ ബന്ധമുള്ള ദൈവദാസന്മാരുണ്ട്, അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ മറ്റൊരു സത്യം മനസ്സിലാക്കിയിരിക്കുന്നു, ഞാനിത് വിട്ട് എന്റെ മാതൃസഭയിലേക്ക് പോകുന്നു. കാര്യം കഴിഞ്ഞു. അവർ ഇന്നേ വരെ ഇതിനെ ദുഷിക്കുവാനോ ഒരാളുടെ വ്യക്തിവൈരാഗ്യം തീർക്കുവാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വളരെ ബഹുമാനിക്കുക, എനിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട് അങ്ങനെയുള്ളവരുമായിട്ട്. അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്ത സമൂഹവുമായിട്ട് ഇപ്പം ചേർന്ന് ആരാധിക്കുന്നു. ഞാൻ ഈ നിമിഷം വരെ ആ സഭയെ അതിലുള്ളവരെ നിന്ദിക്കുവാനോ ഇപ്പോഴും വളരെ അടുത്ത ബന്ധമാണ്, വളരെ ആത്മബന്ധമാണ്. പ്രിയ പുരോഹിതന്മാരുമായിട്ടും തിരുമേനിമാരുമായിട്ടും കന്യാസ്ത്രീകളുമായിട്ടും വളരെ ആത്മബന്ധമാണ്. വിശ്വാസികളുമായിട്ട് അവർ എന്നെ വിളിക്കുന്നു, ഞാൻ അവരെ വിളിക്കുന്നു. അപ്പോൾ ആ സ്നേഹമാണ് ക്രിസ്തു മുൻപോട്ട് വെച്ചിരിക്കുന്ന സ്നേഹം. അപ്പോൾ ക്രിസ്തു നമ്മൾക്ക് വെളിപ്പെടുത്തി തന്ന സ്നേഹമാകുന്ന ദൈവം ഉള്ളിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ വിരോധിക്കുവാനും മറ്റുള്ളവരെ ദുഷിക്കുവാനും മറ്റുള്ളവരെ ചീത്ത വിളിക്കുവാനും ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും മാത്രം ഗ്രഹിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുന്നതിന്റെ ഉള്ളിൽ സ്നേഹമാകുന്ന ദൈവത്തിന്റെ ഒരു ലെവലേശ അംശം പോലും ഇല്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. കാര്യം അവിടെ കൊണ്ട് തീരും. മറ്റൊരു വിഷയം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവര് ഈ അമിതമായ വ്യക്തിപൂജയിലേക്ക്, കാരണം ഈ ദൈവം എന്ന് പറയുന്ന ഫാദർ സൺ ഹോളി സ്പിരിറ്റ് എന്നുള്ള ആ ഡൈറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കാൻ കഴിയാത്തതിനാൽ ഇവർ ഈ ഓരോ വ്യക്തികളെ എടുത്തു വെച്ച് വ്യക്തിപൂജകളിലേക്ക് പോകുന്നുണ്ട്. മനുഷ്യർ എന്തായാലും തെറ്റിയ പൗലോസ് പറയുന്നത് ഞാൻ പൗലോസ് സാർ അപ്പല്ലോ സാർ, അല്ലെങ്കിൽ പറയുന്നത് ഞാൻ ഇച്ഛിക്കാത്ത തിന്മ അത്ര ചെയ്യുന്നത്, അതിന്റെ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാനും പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ നല്ലപോലെ പൊരുതും, അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് അങ്ങനല്ല. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തെങ്കിൽ പിന്നെ അയാളുടെ മറ്റു ചരിത്രമൊന്നും ഇവർ നോക്കുന്നില്ല. ആ ചരിത്രം നോക്കി അവനൊരു മനുഷ്യനാ, അദ്ദേഹത്തിൽ ഒത്തിരി വീഴ്ചകളും താഴ്ചകളും മറ്റുള്ള അവരുടെ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിൽ ആളെ കുറിച്ച് പറയും. പക്ഷെ നമുക്ക് നോക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമേ മോഡലായിട്ട് നൽകിയിട്ടുള്ളൂ. ഇവര് കഴിഞ്ഞ ദിവസം അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു ദൈവ വിശുദ്ധന്റെ നമ്മൾ ആ ചരിത്രം നോക്കിയപ്പോൾ 27 വയസ്സുള്ള സമയത്ത് നൈസിയൻ കൗൺസിൽ നടക്കുന്ന ആ സമയത്ത് അവിടെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റാണ്, സ്ട്രൈക്ക് നടക്കും. അപ്പം അവിടെ ഈ ദൈവസ്നേഹത്തിലല്ല ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്, അവിടെ ഭയങ്കര വഴക്കും പേളമാണ്. കോൺസ്റ്റന്റൈന്റെ മുൻപിലുള്ള വലിയ വഴക്കുകൾ നടക്കുന്നത്, അരിയൂസും അത്തനേഷ്യസുമായിട്ടുള്ള വിഷയം. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നീട് ചില നല്ല കാര്യങ്ങളുണ്ട്, ഡോക്ടറിന്റെ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയിലൊക്കെ ചെയ്യാം. പക്ഷെ മാനുഷികമായി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി വിഷയങ്ങൾ ചർച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്യക്തി അങ്ങ് എടുക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തി അങ്ങ് എടുത്തു വെച്ച് ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് പൂജ ആരംഭിക്കും. അങ്ങനെ സംഭവിക്കും എന്താണ്, ഇവരുടെ ഉള്ളിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഏകാഗ്രതയും പവിത്രതയും പരിപൂർണമായി ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരിലൊക്കെ വ്യാപരിക്കുന്ന മാനുഷികമായുള്ള പല സ്വഭാവങ്ങൾ അവരിലേക്ക് കയറി വരികയാണ്. അപ്പം എവിടെയാണോ നമ്മൾ ഫാദർ സൺ ഹോളി സ്പിരിറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിൽക്കുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുകയും നമ്മളെ ആ വചനപ്രകാരം മുന്നോട്ട് നടത്തുകയും ചെയ്തത്. അതിനു പകരം വ്യക്തികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവസാനം ദൈവമില്ലാത്തവരായി മാറി.
മുസ്ലിം പ്രിയപ്പെട്ടവർ ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ക്ഷമിക്കും. കാരണം ഈ ട്രിനിറ്റി പറയാൻ വേണ്ടി പുള്ളി അന്ന് ഈ ഷൂഫിഡിക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം ഈ മുസ്ലിം ആളുകളായിട്ട് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി പെന്തക്കോസിനെ പ്രതികരിച്ച് പോകുമ്പോൾ പെന്തക്കോസിൽ തന്നെ അദ്ദേഹം ഒരുപാട് വഴക്കായി നിൽക്കുക, ചെറിയ ഇഷ്യൂ നിൽക്കുക. പുള്ളി ഓർത്തത് ഈ പെന്തക്കോസിൽ നിന്ന് പോയ മുസ്ലിം പ്രിയപ്പെട്ടവരോട് ചെന്ന് താൻ സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, പെന്തക്കോസിൽ നിന്ന് ആള് പോയത് കണ്ടു, പെന്തക്കോസുകാരുടെ ഒരു പരാജയം എടുത്തു കാണിക്കുകയും കൂടെ ലക്ഷ്യമുണ്ടായിരുന്നു. പെന്തക്കോസിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പെന്തക്കോസ് നേതൃത്വത്തിന്റെയും സഭയിലെ മുതിർന്ന ആൾക്കാരുടെയും പിടിപ്പുകേട്ടിനെ ഒന്ന് പൊക്കി കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഒരു സൈഡ് അങ്ങോട്ട് പോകുന്നത്. രണ്ടാമത്തെ സൈഡ് ട്രിനിറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആ വ്യക്തിയെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കവറേജ് ഉണ്ട്, ഒരു വ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുകയും, എന്നാൽ കയ്യിൽ വേണ്ടവോളം ട്രിനിറ്റി ഉണ്ടോ? അതില്ലതാൻ. വേണ്ടവണ്ണം കറക്റ്റായിട്ട് നിർവചിക്കാൻ കഴിയുന്നുണ്ടോ ഫാദർ ഹോളി സ്പിരിറ്റ്? ഇല്ല. ആരെങ്കിലും വിട്ടിട്ടാണോ പോയത്? അല്ല. ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ച്, അന്ന് എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല, പക്ഷെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാണ് അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു പോയി. അവസാനം ഇപ്പൊ അവര് പറയുന്ന പോലെയാണ് പുള്ളി പറയുന്നത്, മുസ്ലിംസ് പറയുന്നത് പോലായി പുള്ളി പറയുന്നത്. പുള്ളി മാത്രമാണോ? അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്നവരെല്ലാം പറഞ്ഞു വരുമ്പോ യഹോവയെ നിന്ദിക്കുന്നവരായി മാറി. അപ്പൊ ഇവരുടെ ദൈവം ആരാന്ന് വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങളെ ഗ്ലോറിയസ് ഗോസ്പലിലെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ, കാരണം അവരെ പേരൊക്കെ ഇട്ടേക്കുന്ന ഭയങ്കര പേരായിട്ടിരിക്കുന്നത്, ഇവരെ ഇല്ലാത്ത ഭയങ്കര കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്, അത് മുസ്ലിങ്ങളിൽ നിന്നാണ് അവർ കണ്ടുപിടിച്ചത്, അതോ ബൈബിളിൽ നിന്നാണ് കണ്ടുപിടിച്ചത്, ദൈവാത്മാവിലാണ് കണ്ടുപിടിച്ചത്? ദയവായി വന്ന് പറഞ്ഞു തരണം, നിങ്ങൾ ഇപ്പോഴും സൈന്യങ്ങളുടെ യഹോവയാം ദൈവത്തെയാണോ ആരാധിക്കുന്നത്? ട്രിനിറ്റി പറയുമ്പോഴും യേശു എന്ന് പറയുമ്പോഴും എല്ലാം പറയുമ്പോഴും ഈ സൃഷ്ടിച്ച ദൈവത്തെയാണോ ആരാധിക്കുന്നത്? ഏതായാലും പ്രിയ കർത്തദാസ, നമ്മള് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അഭിനന്ദനം അറിയിക്കുന്നു. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഇത്രയും നേരം ജനറൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് പലർക്കും ഒരു സംശയം ഉണ്ട്, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുന്ന ദൈവം ആര്, അല്ലെ എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ യുവ സഹോദരങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട്, പ്രായമുള്ളവർക്കും ഉണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ട്, നമുക്ക് ഈ ലൈവിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കുകയാണല്ലോ, വളരെ ചുരുക്കമായിട്ട് ദേവദാസന്റെ ഇത്രയും വർഷത്തെ പഠനങ്ങളിലൂടെയും വിവിധങ്ങളായ എന്ന് പറയുന്ന ഡിബേറ്റുകളിൽ പങ്കെടുത്തും ചർച്ചകളിൽ പങ്കെടുത്തും പഠിപ്പിക്കലിലൂടെയൊക്കെ ഗ്രഹിച്ചതായ ഒരു സംക്ഷിപ്തമായ ഒരു രൂപരേഖ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ സാധിക്കുമോ? പൂർണ്ണമായിട്ടല്ല, ഏകദേശ രൂപം. ബൈബിൾ നമ്മുടെ ഇരിക്കുമ്പോൾ നമുക്കിനി ഒരു പുതിയ ബൈബിളോ അല്ലെങ്കിൽ ബൈബിളിന്റെ ആധികാരികത ഒന്നും നമ്മൾ ഈ 2021 ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണ്ടരാകത്തേ ഉള്ളൂ. ബൈബിൾ തന്നെ അതിന്റെ ആധികാരികത ചരിത്രത്തിൽ അത് ഉറപ്പിച്ചിട്ടുള്ളതാണ്, വേറെ ആരുമല്ല. ബൈബിൾ തന്നെ, ബൈബിളിന്റെ ആധികാരികത ഇത്ര നൂറ്റാണ്ടുകളിലൂടെ ശക്തമായി ഉറപ്പിച്ചുകൊണ്ടാണ് അത് നിലനിന്ന് പോരുന്നത്. പണ്ട് നമ്മൾ കേട്ടുണ്ട്, ബൈബിള് ഇനി മ്യൂസിയത്തിൽ കാണാൻ കിട്ടത്തുള്ളൂ പറഞ്ഞ ആ ആളുടെ കൊട്ടാരം, നീറോ ചക്രവർത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹത്തിന്റെ കൊട്ടാരം തന്നെ ബൈബിൾ സ്റ്റോർ ചെയ്താക്കി മാറ്റി. അതാണ് ബൈബിളിന്റെ ചരിത്രം. പിന്നീട് അങ്ങോട്ട് അനേകരെ രക്ഷയിലേക്ക് നടത്തുന്നതും ജീവരക്ഷ, പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുന്നത്, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ കഴിയുന്ന തിരുവെഴുത്തുകളെ ബാല്യം മുതൽ എന്ന് പറയാം. അപ്പം തിരുവെഴുത്തുകളുടെ പ്രസക്തി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ദൈവാത്മാവിൽ പൗലോസ് എഴുതി സഭകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിനെയാണ് സഭാപിതാക്കന്മാർ ക്രോഡീകരിച്ച് നമ്മളെ തന്നിരിക്കുന്നത്. അപ്പൊ 66 പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ബൈബിൾ എന്ന് പറയുന്നതിൽ ഇനി നമുക്കൊരു ശങ്ക വേണ്ട. അതും ഈ പറയുന്ന പ്രിയപ്പെട്ടവരൊക്കെ അവകാശപ്പെടുന്നതാണ് അവരുടേത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഒരു വിഷയത്തിൽ പ്രശ്നമില്ല. പിന്നുള്ള വിഷയം എന്താ? ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് സന്ദേശം? ഈ പലർക്കും ഞാൻ പറയില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം വരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ വേണ്ടവണ്ണം അതിന് റിപ്ലൈ കൊടുക്കുവാൻ കഴിയാത്തത് ബൈബിളിന്റെ സന്ദേശം ഒരു ഒറ്റ വരിയിൽ അറിയാൻ മേലാത്തതുകൊണ്ട്. ബൈബിളിന്റെ സന്ദേശം റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ വന്നതുപോലെ ഏക മനുഷ്യനാൽ ജീവൻ വരുന്നു. ആ ഒരു കണ്ടന്റ് ഉണ്ട്. അത് ഏക മനുഷ്യൻ പാപം വരുന്നത് ഉൽപ്പത്തിയിലും ഏക മനുഷ്യനിലൂടെ നിത്യജീവനിലേക്ക് ആളുകൾ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ വിശദീകരിച്ച് തരുന്ന വെളിപ്പാട് പുസ്തകം. അപ്പൊ ഇത് ഒറ്റ സ്പൈനൽ കോഡ് പോലെ കിടക്കുന്ന ഒരു സന്ദേശം ബൈബിളിൽ കിടക്കുന്ന വൺ മെസ്സേജാണ്. ഇനി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഉൽപ്പത്തി തുടങ്ങി പറയുന്ന ചരിത്രം. അപ്പൊ ഉൽപ്പത്തിയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇതെല്ലാം സൃഷ്ടിച്ചത് യഹോവയായ ദൈവമാണ്. അതിന്റെ മൂലഭാഷയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയാൽ ഏലോഹിം യാഹുവേ എന്നാ പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ മുന്നോട്ട് കടന്നുപോയി മോശയിൽ, അബ്രഹാമിലും മോശയിലൂടുമൊക്കെ വ്യക്തമായി യഹോവ എന്താണെന്നുള്ളത് തന്റെ വ്യക്തമായ പ്രത്യക്ഷത. യഹോവ എന്ന് പറയുമ്പോൾ വെറും പേരോ വൺ ഓഫ് ദ ഗോഡോ ഒന്നും അല്ല. ഈ സൃഷ്ടിച്ച ദൈവം എന്നതിലൊക്കെ ഉപരി തന്നിൽ അടങ്ങിയിരിക്കുന്ന ആ വലിപ്പം എന്തെന്ന് മിസ്രൈമിൽ ഫറവോന്റെ അടുത്ത് തന്റെ വീര്യപ്രവൃത്തികൾ ചെയ്താണ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ദൈവം തന്നെ ശരിക്കും ഇമ്പോസ് ചെയ്യുന്നത്. ആ യഹോവ എന്ന് വെച്ചാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു വെച്ചാൽ എന്നെ പോലെ വേറൊരുവന് പറയുവാൻ കഴിയാത്ത നിലയിൽ വലിയ ദൈവമാണ് യഹോവ എന്ന് ഇമ്പോസ് ചെയ്താണ് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്. അതിനെതിരെ യഹോവ ആരെന്ന് ചോദിച്ച ഫറവോനെ 10 ബാധകൾ അയച്ച് ഇസ്രായേൽ ജനത്തെ വിടിവിച്ചതിന് ശേഷവും ചേസ് ചെയ്ത ഫറവോനെ കൊണ്ടുവന്ന് ചെങ്കടലിൽ കൊണ്ടുപോയി ദൈവം താഴ്ത്തി. അങ്ങനെ താഴ്ത്തി മുന്നോട്ട് നടത്തി കനാനിൽ അവർ വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ടുവന്ന് അവർക്ക് ചട്ടങ്ങളും വിധികളും ഒക്കെ ആയിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇസ്രായേൽ രാഷ്ട്രം. ഇസ്രായേലിൽ നമ്മുടെ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. ഇതിലെല്ലാം ഇവർ യഹോവയാ, ഏലിയാവിന്റെ ദൈവം ആരാ? യഹോവയാ. മോശയുടെ ദൈവം യഹോവ. ഇതെല്ലാം യഹോവയായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. യെശയ്യാവ് 42:16 പറഞ്ഞ് നമുക്ക് വ്യക്തമായി ട്രിനിറ്റിയുടെ ഒരു വ്യൂ അവിടെ കിട്ടുന്നുണ്ട്. സംസാരിക്കുന്ന ഒരു വ്യക്തി യഹോവ, അത് യഹോവയാന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ യഹോവയ കർത്താവിനെ കുറിച്ച് പരാമർശമുണ്ട്, യഹോവയുടെ ആത്മാവിനെ കുറിച്ച് പരാമർശമുണ്ട്. പിന്നെ 61 വലിപ്പത്തെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഭൂമിയിൽ വരുവാൻ, മനുഷ്യനായി വരുവാൻ പോകുന്ന മശിഹായിൽ യേശുക്രിസ്തു നസറേത്ത് പള്ളിയിൽ എഴുന്നേറ്റ് വായിച്ച പുസ്തകം എന്ന് പറഞ്ഞ് അവിടെ പറയുന്നത് എന്തുവാ? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ഭൂമിയിൽ മനുഷ്യനായി വന്ന ഈ യേശുക്രിസ്തു പുത്രൻ പറഞ്ഞപ്പോഴും എടുത്ത് വായിച്ചതും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന് പറഞ്ഞ് ഇസ്രായേലിലെ യഹോവ ദൈവത്തെ തന്നെയാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്ത് പിതാവേ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ എന്ന് യോഹന്നാന്റെ പുസ്തകത്തിൽ പ്രാർത്ഥിച്ച് തന്റെ മരണത്തിന് മുമ്പ് തന്റെ ഒരു 2 അധ്യായം 1.5 അധ്യായം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിലൊക്കെ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയും, പിതാവേ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് പിന്നീട് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ പൗലോസ് 2ന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പറയുമ്പോൾ അവൻ മരണത്തോളം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വെക്കാതെ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് അവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിങ്കൽ സകല മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന കാലം വരും. അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ കയ്യിൽ യഹോവ രക്ഷ എന്നുള്ള നാമം ഒരു മനുഷ്യൻ യഹോവയെ എങ്ങനെ സേവിക്കണം, ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്ന് പുത്രനായ യഹോവ തന്നെ വന്ന് വെളിപ്പെടുത്തി കാണിക്കുക. വെളിപ്പെടുത്തി കാണിച്ച് ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ച്, ഈ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ ഒരു കൽപ്പനയെ കൊടുത്തുള്ളൂ, നീ എന്ത് ചെയ്യണം? നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ള ഒരു കൽപ്പന മാത്രം കൊടുത്ത് അവൻ അതിനെ തെറ്റിച്ചു. എന്നാൽ പിന്നീട് നാം കാണുന്നത് ദൈവം തന്റെ പദ്ധതി പ്രകാരം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോവുകയും നോഹയുടെ സമയം വന്നപ്പോൾ ജലപ്രളയം അയച്ച് മ്ലേച്ഛതയിൽ മുഴുകിയിരുന്നവരെ നശിപ്പിച്ചു. അന്ന് ഇവർ ഈ പറയുന്ന ക്ലെയിം ഒക്കെ ഉണ്ട്. എന്ത് ക്ലെയിം ഉണ്ട്? ഗർഭിണികളുണ്ട്, മുല കുടിക്കുന്നവരുണ്ട്. പക്ഷെ മ്ലേച്ഛത ചെയ്ത് അവരെ ദൈവം നശിപ്പിച്ചു എന്നാ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് യഹോവ അല്ലാതാകുന്നില്ല. അതിനുശേഷം മുന്നോട്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ആ ദൈവം അനുദപിക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന് മുന്നോട്ട് കൊണ്ടുപോയി ജനത്തെ കൊണ്ടുപോകുന്നതും ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുമ്പോഴൊക്കെ ദൈവം വന്ന് ഇവരെ വിടിവിക്കുക, ഞാൻ തന്നെ വന്ന് അവരെ വിടിവിക്കേണ്ടുന്നതാകിയാൽ യഹോവയായ കർത്താവ് തന്നെ വന്ന് വിടിവിക്കുന്ന വചനത്തിൽ യെശയ്യാവിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കർത്താവ് തന്നെ വന്ന് വിടിവിക്കുന്ന ആ പദ്ധതി ചെയ്യുവാൻ ഒരു ജനതയെ ഉണ്ടാക്കുകയും അവനെ റിസീവ് ചെയ്യുവാൻ ന്യായപ്രമാണ വ്യവസ്ഥിതി അവർക്ക് കൊടുത്ത് ആ സംവിധാനത്തിലേക്കാണ് അവൻ വരുന്നത്. കാരണം അല്ലെങ്കിൽ ഇവൻ വന്ന് പറയുന്നത് ഇവർക്ക് തിരിയത്തുമില്ല. യേശു മരിച്ചടക്കം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പൗലോസൊക്കെ എവിടുന്നാ സംസാരിക്കുന്നത്? പിന്നെ പൗലോസൊക്കെ ന്യായപ്രമാണത്തിൽ നിന്നാണ് പൊരുൾ തിരിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ ആ നിലയിലുള്ള എല്ലാ സജ്ജീകരണവും ചെയ്ത് തന്റെ മരണത്താൽ പാപത്തെയും ജഡത്തിലുള്ള ബലഹീനതയെയും പോക്കി ഒരു പുതുവഴി ക്രിസ്തുവിൽ തുറന്നു. പുതുവഴി തുറന്നതിനാൽ പഴയ ദൈവമല്ല ഈ പുതിയ ദൈവം എന്ന് ചിന്തിക്കുന്നത്, നമ്മളൊരു വീട്ടിൽ കയറി എല്ലാ കാര്യവും പഠിച്ച് മനസ്സിലാക്കിയിട്ട് വീട്ടിലെ പ്രധാന ആളെ എടുത്ത് വെളിയിൽ കളയുന്ന പോലെ, വീട്ടിലെ അപ്പനെ അല്ലെങ്കിൽ വീടിന്റെ മെയിൻ ഗ്രഹനാഥനെ എടുത്ത് വെളിയിൽ കളയാൻ നോക്കുന്ന പോലെ യഹോവയെ എടുത്ത് വെളിയിൽ കളയുന്നു. അപ്പൊ ഇവരെന്ത് സംഭവിച്ചു? ഇതെല്ലാം യഹോവയാ ചെയ്യുന്നത്. പിതാവായ യഹോവ, ദൈവത്തിന്റെ സ്ഥാനത്ത് യഹോവ എന്നുള്ള പേര് വെച്ചു.
പിതാവായ യഹോവ, പുത്രനായ യഹോവ, പരിശുദ്ധാത്മാവുന്ന യഹോവ. അതിൽ പുത്രനാകുന്ന ആളത്വം വന്ന് കാര്യങ്ങൾ ചെയ്ത് ഈ ദൈവത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് പരിശുദ്ധാത്മാവിനെ നൽകി നമ്മൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നുപോയി. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴത്തേക്ക് യേശു ക്രിസ്തുവിലൂടെ പിതാവിന്റെ വെളിപ്പാട് നമുക്ക് നമ്മുടെ യോഹന്നാനിലൂടെ നമുക്ക് നൽകി. അവിടെ വ്യക്തമായി കാണുന്നുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സകലതും നിന്റെ ഇഷ്ടപ്രകാരം. അവിടെ നമ്മൾ വർഷാവാക്യം ഒന്ന് വായിക്കാമോ? ഈ 4-ാം അധ്യായത്തിന്റെ അവസ്ഥ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരെന്തു പറഞ്ഞ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞാട്ടോ അവിടെ. ഞാൻ അതിനു മുമ്പ് 22 ഒന്ന് വായിക്കും, 22:3 ഒന്ന് വായിക്കുകയാണ്. അതോട് ചേർന്ന് തന്നെയാണ്, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും. ഇതാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ന്റെ അവിടെ ആരാധന കൊടുക്കുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട്, അതൊന്ന് എടുക്കണം. അപ്പം ഈ സൃഷ്ടിച്ച ദൈവമാണ് അവിടെ ഇരിക്കുന്നത് അറിയാൻ പറ്റും. അതെ, 10-ാം വാക്യം മുതലല്ലേ, 4:10 മുതൽ. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. അത് വ്യക്തമായി പിതാവ് നമുക്കറിയാം. യേശുക്രിസ്തു വന്നതും പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാനാണ്. യോഹന്നാൻ പറഞ്ഞു, നിന്റെ കയ്യാൽ സ്നാനമേൽക്കേണ്ട എനിക്ക് ആവശ്യമാണ്, അപ്പം ഇപ്പോൾ സമ്മതിക്കുക, സകല നീതി നിവർത്തിക്കുക നമുക്ക് ഉചിതം. യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഗെത്സമനെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അപ്പോ ഈ ഇഷ്ടം ഹേതുവാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതേ ദൈവമാണ് വെളിപ്പാട് പുസ്തകത്തിലും യേശുക്രിസ്തുവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ വന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സൃഷ്ടിച്ച ആളെ എല്ലാം അറിയാമെന്ന് പറയുകയും എന്നാൽ യഹോവ കയ്യിൽ നിന്ന് പോയി. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം അറിയാം, ഒന്നും അറിയത്തില്ലെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ അധപ്പതിച്ചിരിക്കാം. ഇതൊരു പെന്തക്കോസ്ത് സമൂഹത്തെ മാത്രം അവഹേളിക്കാനാണോ ഇവർ ഇത്രമാത്രം ഇങ്ങനെ പാടുപെടുന്നതെന്നൂടെ ചിന്തിക്കാനുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ പ്രകാരം വ്യക്തമായ ഉപദേശം എടുക്കുന്നത് അതിൽ നിൽക്കുന്ന പെന്തക്കോസേ ഉള്ളെന്ന് അറിയാം. അപ്പൊ എങ്ങനെയും ബൈബിളിനെ ഒന്ന് ചെറുതാക്കിയാൽ പെന്തക്കോസുകാരുടെ ശക്തി കുറയ്ക്കാമെന്ന് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കണം, എല്ലാ ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാന വേദ ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പൊ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സമൂഹത്തെയോ ചില ആൾക്കാരുള്ള വൈരാഗ്യത്തെയോ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ ഒന്ന് താറുമാറാക്കുവാൻ വേണ്ടി എല്ലാ ക്രിസ്ത്യാനികളുടെയും പുസ്തകമാകുന്ന ബൈബിളിനെ വരെ നിന്ദിക്കാൻ ഈ ശക്തികൾ തയ്യാറാവുക, ഈ പ്രിയപ്പെട്ടവർ തയ്യാറാവുക. അതിനുശേഷമോ ദൈവസഭയിൽ കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ, അന്യഭാഷ അടയാളങ്ങളിലൂടെ അവർക്ക് താങ്ങുവാൻ കഴിയാത്ത അത്യന്ത ശക്തിയാൽ, അവർ ഉച്ചരിച്ചുകൂടാത്ത നരക്കങ്ങളാലും ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്ത വാക്കുകളാലും അവർ ദൈവത്തെ സ്തുതിച്ച് പ്രാപിക്കുന്ന അനുഭവത്തെയും നിരാകരിച്ചിട്ട് അവർ വേറെ ആ പരിശുദ്ധാത്മാവിനെ വരെ നിന്ദിക്കാം. ബൈബിളിൽ പറയുന്നുണ്ട്, പുത്രനെ നിന്ദിക്കുവാണെങ്കിൽ, അല്ല പുത്രനെതിരെ പറയുന്നതോ ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്നതോ ക്ഷമിക്കത്തില്ല. ഇഹലോകത്തിലോ പരലോകത്തിലോ ക്ഷമിക്കത്തില്ല. അപ്പം വചനത്തെ നിന്ദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു, വന്ന് പിതാവായ ദൈവത്തെയും എടുത്ത് വെളിയിൽ കളയുന്നു. യഹോവ ഇല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഒറ്റ ലക്ഷ്യമാണെന്ന് ഓർക്കണം. അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് കുറെ പിതാക്കന്മാരുണ്ട്, അല്ലെ കെട്ടിടമുണ്ട്, ഞങ്ങളൊരു വലിയ പ്രസ്ഥാനമാണ്, ഞങ്ങളാണ് ചർച്ചെന്ന് ഭാവിച്ചുകൊണ്ട് അവരിയ്ക്കുമ്പോഴും അവർ ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ മൂഢരായി പോയെന്നാ പറഞ്ഞു. അതെ, യഥാർത്ഥത്തില് നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, വിശുദ്ധ വേദപുസ്തകത്തെ ചരിത്ര പുസ്തകമായിട്ട് ആരും കാണാറില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രം തുടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഗലാത്യറിലേക്ക് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലനെ ഒരു ശാസിക്കേണ്ട ഒരു സമയം വരുന്നു. അവിടെ ഒരു പ്രയോഗമുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ, ബർണബാസും തെറ്റിപ്പോയി എന്ന് വെച്ചാൽ അന്ന് സഭ രണ്ടായിട്ട്, ആ നിമിഷം സഭ രണ്ട് ദിശയിലേക്ക് പോവുകയാണ്. ഒരു ദിശ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന, യേശുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം തെറ്റിപ്പോവുകയാണ്. അവരുടെ ഉപദേശത്തിൽ നിന്ന് യഹൂദ ഉപദേശങ്ങളിലേക്ക് തെറ്റിപ്പോകുന്ന, അപ്പോൾ അവിടെ തന്നെ രണ്ട് ശാഖയായി. ഇതിൽ ഈ പാരമ്പര്യം പറഞ്ഞു നിൽക്കുന്നവർ ഈ രണ്ടാമത്തെ ശാഖയാണ്. എന്ന് വെച്ചാൽ ഈ പത്രോസിന്റെയും ബർണബാസിന്റെയും രീതിയിൽ അവർക്ക് അന്ന് സംഭവിച്ചു പോയി. അത് പിന്നീട്
ആണ് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞ് കുറച്ചുകൂടെ പക്വതയായി കഴിഞ്ഞായിരിക്കും അവർക്ക് കാര്യം മനസ്സിലാവും. അവർ പിന്നെ ഒന്നിക്കുന്നുണ്ട്, അവർ പിന്നീട് ഈ പൗലോസുമായിട്ട് ചേരുന്നുണ്ട്. പക്ഷെ ഈ തെറ്റിപ്പോയൊരു വിഭാഗം ഉണ്ടല്ലോ, യഹൂദ പാരമ്പര്യത്തിലേക്ക് തെറ്റിപ്പോയ വിഭാഗം, ആ വിഭാഗം ഇന്നും നിൽക്കുന്നു. പ്രിയപ്പെട്ടവർ അത് ആദ്യം മനസ്സിലാക്കണം. ഇന്നും ഈ നിമിഷവും പൗലോസൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം പറഞ്ഞു. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉറ്റുനോക്കേണ്ടതിന് ചില കള്ള സൗരന്മാർ നിമിത്തം അത്രയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നുഴഞ്ഞു വന്നിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് വെച്ചാൽ ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആചാര അനുഷ്ഠാനങ്ങൾ ഒത്തിരിയും കാര്യങ്ങൾ ക്രിസ്തുവിലില്ല. അവിടെ പൗലോസ് പറയുന്നത് പുതിയൊരു ആചാരം ഉണ്ടാക്കുകയല്ല, ഈ പഴയ ആചാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ഒരു സുവിശേഷമാണ് പൗലോസിലൂടെ ശരിക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ ഇവര് വന്ന് യഹൂദ മതപ്രകാരമുള്ള വേഷഭൂഷാദികള്, അംശവടിയെ, പിന്നെ ഒത്തിരി ആചാരങ്ങൾ, കുംഭസാരമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത് വായിച്ചാണ്. കുംഭസാരം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ കുംഭസരിക്കേണ്ടതല്ല. അവര് ക്രിസ്തു നിമിത്തം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും ക്രിസ്തുവിൽ തന്നെ നിരപ്പ് കിടക്കുക. അവൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനല്ല അതിന്റെ ഇടയിൽ. പിന്നെ അവന് വല്ല പാപം ചെയ്താലോ, ബൈബിൾ പറഞ്ഞേ, നീതിമാനായ കാര്യസ്ഥൻ അവന് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കലുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവുമായി ബന്ധിക്കാതെ ഒരു മനുഷ്യനോട് പറയാം, ഞാൻ നിനക്ക് പാവം മോചിച്ചു തരാം, അതിൽ ഇത്ര രൂപ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞ് പിന്നെയും കൊണ്ടുവന്നും വെച്ച് ഇവരെന്താ വിചാരിക്കുന്നത്, എന്റെ സഭയിലെ എന്റെ പള്ളിയിലെ അച്ഛൻ നോക്കിക്കോളും, അച്ഛൻ എന്നെ സ്വർഗത്തിൽ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം പോയി പിന്നെ തോന്നിയ പോലെ ജീവിക്കുക. തോന്നിയ പോലെ ജീവിച്ചിട്ട് ഇപ്പം വന്നും വെച്ച് ഒരു കുർബാന കൊണ്ട് കുമ്പസരിച്ച് കുർബാന കൊള്ളുമ്പോൾ ഇവന്റെ വിചാരം ഇവന് അച്ഛൻ ചെയ്തു കൊടുത്തതാ. ഈ അച്ഛൻ പോലും വേണ്ടവണ്ണം വിശ്വസിച്ച് സ്നാനം ഏറ്റിട്ടില്ല. ബൈബിൾ പറയുന്നത് പോലെ വിശ്വസിച്ചിട്ട് സ്നാനമേറ്റ് ദൈവസഭയുടെ അംഗമായതോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതോ അല്ല. അവരോ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അവരോ രക്ഷപ്പെടുന്നില്ല, മറ്റുള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നുമില്ല. അതെ, അതേക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതല്ലാതെ വേറൊരു സുവിശേഷവുമായി ആരെങ്കിലും വന്നാൽ, സ്വർഗത്തിലെ ദൂതൻ തന്നെ വന്നാലോ, നിങ്ങൾ അത് അംഗീകരിക്കരുത്. ഇനി അത് ഏതാണ് സുവിശേഷം? അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ആരാധന എന്ന് പറയുന്നത് യാതൊരുവിധ ആചാരങ്ങളും ഇല്ലാത്തതായ ആരാധന. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. യാതൊരു വിധത്തിലുള്ള ആചാരങ്ങളും ഇല്ലാത്ത ആരാധന, ആ ആരാധനയാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. ഇനി എന്താണ് വേറൊരു സുവിശേഷം? ഏത് ആരാധനയിൽ ആചാരങ്ങളുണ്ടോ അതാണ് വേറൊരു സുവിശേഷം. വളരെ വ്യക്തമാണ്. അപ്പോൾ ആചാരം എന്ന് പറയുമ്പോൾ അവിടെ പാരമ്പര്യമായി, യഹൂദ പാരമ്പര്യമായി, അവരുടെ പൗരോഹിത്യമായി, ആ യഹൂദ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആചാരങ്ങളാണ്. അവർക്ക് ഉള്ള മുഴുവൻ ആചാരങ്ങളും ഉത്സവങ്ങളും എന്താ പറയുന്ന ദിവസങ്ങളും അമാവാസിയും മാസവും ഇതൊക്കെയാണ് അവർക്കുള്ളത്. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇവയൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ അത് ലേഖനത്തിൽ പറയുന്നുണ്ട്. യേശു രണ്ട് കാര്യമേ പറയുള്ളൂ. നിങ്ങൾ പോയി പിതാവിന്റെ പുത്രനെ വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. അത് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്, ലാസ്റ്റ് മിഷൻ, ഗ്രേറ്റ് മിഷൻ. അതിനുശേഷം പറയുന്നത്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കുമ്പോഴൊക്കെ, കർത്താവിന്റെ മേശ കഴിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് കഴിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യാദികളാണ് കർത്താവിനെ ഓർക്കുവാനും കർത്താവ് പറഞ്ഞു. കൽപ്പനകളാണ്, അത് കൽപ്പനയാണ്, അത് ആചാരമല്ല, അത് കൽപ്പനയാണ്. സഭയോട് ചേരുന്ന സ്നാനവും ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന്, വാഗ്ദത്തം പ്രാപിച്ചതിന് ശേഷം കൂട്ടായ്മ ആചരിച്ച് മുന്നോട്ട് കടന്നു പോവുകയും ഈ അപ്പം നുറുക്കുകയും ചെയ്യുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സഭയുടെ അംഗമായി തീർന്നു. ഇനിയും വല്ലോ അവ തെറ്റിൽ അകപ്പെട്ടാൽ, വേറെ എന്തെങ്കിലും അകപ്പെട്ടാൽ നീതിമാനായ കാര്യസ്ഥനുണ്ട് എന്ന് വെച്ചുകൊണ്ട് മനഃപൂർവ്വം പാപം ചെയ്യുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നത്. പറയുന്നത് മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി ഒരു യാഗം അവന് വേണ്ടി ശേഷിക്കുന്നില്ല. അപ്പോ തെറ്റുകുറ്റങ്ങൾ വരാം, അതിന് അച്ഛന്റെയോ മറ്റാൾക്കാരുടെയോ ഒന്നും പുറകെ നടക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ബന്ധിക്കുകയാണ് സഭയിൽ. പിന്നെ ഒരു സഭാപിതാക്കന്മാരോ ഏർലി ചർച്ചിൽ നമ്മളെല്ലാം അംഗീകരിക്കുന്ന സഭാപിതാക്കന്മാര് പറഞ്ഞിട്ടില്ലാത്ത ഒത്തിരി അനാചാരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും വന്ന് യഥാർത്ഥ ബൈബിളിൽ പറയുന്ന ദൈവത്തിൽ നിങ്ങളെ അകറ്റുന്ന ചില ചിന്താഗതികളുമായി ചിലരുണ്ട്. അത് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്റ്റാർട്ടിങ്, അതിന്റെ മെയിനായിട്ട് നിൽക്കുന്ന, നിങ്ങളിൽ വളരെ നൈസായിട്ട് നിങ്ങളിൽ ചില ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന, ഡെയിലി ക്ലാസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ കയറിയിരിക്കുന്നത് യഹോവയുടെ ആത്മാവല്ല, അത് മുസ്ലിം പ്രിയപ്പെട്ടവർ വഴി കടന്നുകൂടിയിരിക്കുന്ന ചിലരിലൊക്കെ വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെയും പരിഹാസത്തിന്റെയും ആത്മാവിലൂടെയാണ് അന്ന് വ്യക്തമായി മനസ്സിലായതിനാലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മള് വേഗത്തിൽ തന്നെ മീറ്റിംഗ് നിർത്തുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇത് മാക്സിമം ഷെയർ ചെയ്യുക ചെയ്യുക. കർത്താവിന്റെ ആൻസർ പക്ഷെ നമുക്ക് നിർത്താമല്ലോ. നിർത്താം, തീർച്ചയായിട്ടും. ഈ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഈ വരുന്ന ദിവസങ്ങൾ നമ്മൾ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം എമ്പാടും പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുക, ഞങ്ങളെയും കൂടെ ഓർക്കുക, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. വീണ്ടും ഞങ്ങൾ ഇച്ചിരി വിശദീകരണങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് അനുസരിച്ച് വിശദീകരണവുമായി വീണ്ടും കാണുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.